بسم الله الرحمن الرحيم قل يا أهل الكتاب تعالوا إلى كلمة سواء بيننا وبينكم ألا نعبد إلا الله ولا نشرك به شيئا ولا يتخذ بعضنا بعضا أربابا من دون الله فإن تولوا فقولوا اشهدوا بأننا مسلمون. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أم نجعل الذين آمنوا وعملوا الصالحات كالمفسدين في الأرض أم نجعل المتقين كالفجار. ഈ മഹത്തായ പഠന ക്യാമ്പിൻ്റെ പ്രസീഡിയത്തിലിരിക്കുന്ന ബഹുമാന്യരെ, ഏറെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം കോടിക്കണക്കിന് മനുഷ്യർക്കിടയിൽ മറ്റുള്ളവരെ അപേക്ഷിച്ച് ജീവിതത്തെ സംബന്ധിച്ച് വളരെ ഗൗരവമായി ചിന്തിച്ചു പോരുന്ന ഒരു വിഭാഗം ആളുകളാണ് നമ്മൾ. ലോകത്ത് ഇതര ജനവിഭാഗങ്ങളെയും ജനപദങ്ങളെയും അപേക്ഷിച്ച് വിശ്വാസങ്ങളെയും കർമ്മങ്ങളെയും ആചാരങ്ങളെയും ജീവിതത്തെയും വളരെ ഗൗരവമായി ചിന്തിച്ചു പോരുന്നവരാണ് പൊതുവെ മുസ്ലിങ്ങൾ. മുസ്ലിങ്ങളിൽ തന്നെ ഏറ്റവും ഗൗരവമായി ജീവിതത്തെ കണ്ടിട്ടുള്ള ആളുകളാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ സമയബന്ധിതമായി എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നമുക്ക് മുതൽക്കൂട്ടായി തീരുമെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാൻ ഈ സന്ദർഭത്തെ ഉപയോഗപ്പെടുത്തുന്നത്. മനുഷ്യനെ അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത് സമുന്നതമായ ഒരു ലക്ഷ്യത്തിൻ്റെ സാക്ഷാത്കാരത്തിന് വേണ്ടിയാണ്. എല്ലാ ആളുകളും ജീവിതത്തെ ഒരേപോലെ വീക്ഷിക്കുകയും ഒരേപോലെ കാണുകയും ചെയ്യുന്നില്ല. ഇതുപര്യന്തമുള്ള മാനവ ചരിത്രത്തിൽ ഒരിക്കലും അങ്ങനെ ഉണ്ടായിട്ടില്ല.
ജീവിതത്തെ വ്യത്യസ്തമായി വീക്ഷിച്ചു പോന്നിട്ടുള്ള ആളുകളാണ് പല ആളുകൾ. ഒരേ വിഷയങ്ങളിൽ തന്നെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുള്ള ആളുകളാണ് ലോകത്തെ പല ആളുകൾ. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ 2 മക്കളിൽ തന്നെ ഉണ്ടായിട്ടുള്ള ചിന്തകളിലെ വ്യത്യാസം വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ആദം നബിയുടെ 2 മക്കളിൽ ഹാബീലും കാബീലും തമ്മിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ വിശുദ്ധ ഖുർആൻ 5-ാം അധ്യായത്തിന്റെ 28 മുതൽ 32 വരെയുള്ള വചനത്തിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരാൾക്ക് അള്ളാഹുമായി അടുപ്പവും ബന്ധവും പടച്ചതമ്പുരാന്റെ നിയമങ്ങൾ പാലിക്കുന്നതിലുള്ള ജാഗ്രതയും അദ്ദേഹത്തിന്റെ നേർച്ച അള്ളാഹു സ്വീകരിക്കുന്ന സാഹചര്യവും മതപരമായ കാര്യത്തിൽ ഇക്കാക്കാനോട് ജ്യേഷ്ഠാനുജന്മാർ തമ്മിലുള്ള അസൂയ കാരണത്താൽ ഒരാളെ കൊല്ലുകയാണ്. ഒരു ബാപ്പാന്റെ 2 മക്കളിൽ ഒരാൾ വധിച്ചു കളയുകയാണ്. ആദം നബിയുടെ മക്കളാണവർ. അള്ളാഹുവിൽ നിന്ന് വഹി ലഭിച്ചിട്ടുള്ള ഒരു പ്രവാചകന്റെ 2 മക്കളാണവർ. അള്ളാഹുവിങ്കൽ നിന്ന് ആകാശബന്ധിതമായ ആത്മാവിന്റെ ഉടമയായ ഒരു പ്രവാചകന്, ഒരു നബിക്ക് അള്ളാഹു ദിവ്യബോധനം നൽകിയിട്ട് ആ നബിയുടെ 2 മക്കളായി തീർന്ന് ആ 2 മക്കളിൽ ഒരാളെ കൊല്ലുന്നിടത്തേക്ക്, ഖത്ലുൻ നഫ്സ്, അന്യായമായ കൊലപാതകം, അവിടേക്ക് എത്തുകയാണ്. അപ്പൊ ഇവിടെ മനുഷ്യന്റെ ഒരു പ്രത്യേകത, ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ. ഫുജൂറും തഖ്വയും മനുഷ്യന്റെ പ്രത്യേകതയാണ്. മനുഷ്യനിൽ തന്നെ, ഒരാളിൽ തന്നെയുള്ളതാണ് ഫുജൂറും തഖ്വയും എന്ന് പറയുന്നത്. അതിൽ ഫുജൂറിനെ വ്യാപിപ്പിക്കുകയും ഫുജൂറിന്റെ പിന്നാലെ പോവുകയും ഫുജൂറിൽ അധിഷ്ഠിതമായി ജീവിക്കുകയും ചെയ്യുന്ന ഒരാൾ നരകാവകാശിയായി തീരും എന്നതുറപ്പാണ്. ജീവിതത്തിൽ തെമ്മാടിത്തവും നന്മയും ഏറ്റുമുട്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ചുറ്റുപാടുമുള്ള തിന്മകൾ, അതിൻ്റെ ദമഷ്ട്രങ്ങൾ മുന്നോട്ട് തള്ളി വളരെ ആവാഹിച്ചു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് നമ്മെ നിർവചിച്ചെടുക്കുവാനും, ഒരു ഉത്ബുദ്ധ സദസ്സിന്റെ മുമ്പിലാണ് ഞാൻ ഇത് സംസാരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന പുരുഷന്മാരെക്കാൾ ഇരട്ടി സ്ത്രീകൾ ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കൊക്കെ മനുഷ്യൻ എന്ന നിലയിൽ വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുള്ള അള്ളാഹു ചില പ്രതിഭാസങ്ങളെ സത്യം ചെയ്തുകൊണ്ട് വനഫ്സിം വമാ സവ്വാഹ ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. ഇത് സൂറത്ത് ശംസിൽ 96-ാമത്തെ അധ്യായത്തിലെ ഒരു 7 മുതലുള്ള വചനങ്ങൾ, 10 വരെയുള്ള വചനങ്ങൾ. ഈ വചനങ്ങളിലൂടെ അള്ളാഹു മനുഷ്യരെ പഠിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, വനഫ്സിം വമാ സവ്വാഹ. നഫ്സ്, ആത്മാവ്, ആത്മാവിനെ ശരിപ്പെടുത്തിയ വ്യവസ്ഥ തന്നെയാണ് സത്യം. ആത്മാവ് അത് മണ്ണിന്റെ ഭാഗമല്ല. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ്. ആത്മാവ് മണ്ണിന്റെ ഭാഗമല്ല, ശരീരം മണ്ണിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ശരീരത്തെ അഗ്നിക്കിരയാക്കുന്നത് ആ പ്രകൃതിയോട് ചെയ്യുന്ന ക്രൂരമായ ഒരു കാര്യമാണ്. മണ്ണിന്റെ ഭാഗമായി മണ്ണിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ശരീരത്തെ മണ്ണിലേക്ക് വെച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനമായ. അതുകൊണ്ടാണ് മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഗീദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റാ. സൂറത്ത് ത്വാഹ 20-ാം അധ്യായം 50-കൾക്ക് ശേഷം 55-ാമത്തെ വചനമാണെന്നാണ് എൻ്റെ ഓർമ്മ. അവിടെ പറയുന്നത് ഇത് മണ്ണിന്റെ ഭാഗമായി, ഇത് മണ്ണിലേക്ക് തന്നെ കൊണ്ടുപോയി വെക്കേണ്ടതാണ്. എന്നാൽ ആത്മാവ് മണ്ണിന്റെ ഭാഗമല്ല. സുമ്മ സവ്വാഹു വനഫഖ ഫീഹി മിർ റൂഹിഹി. അള്ളാഹുവിങ്കൽ നിന്നുള്ള ആത്മാവ് പടച്ചോനെ നൽകുന്നതാണത്. അത് അള്ളാഹുവിലേക്ക് തന്നെ മടങ്ങിപ്പോവും. ഒന്നെങ്കിൽ ഇല്ലിയീൻ അല്ലെങ്കിൽ സിജ്ജീനിൽ, ഇത് രണ്ടിലേക്ക്. സുമ്മ സവ്വാഹു വനഫഖ ഫീഹി മിർ റൂഹിഹി. ഖുർആനിലെ 32-ാം അധ്യായം സൂറത്ത് സജദ 9-ാമത്തെ വചനമാണ്. ഈ വചനത്തിൽ പറയുന്നത് അള്ളാഹുവിങ്കൽ നിന്ന് സവിശേഷമായി നമ്മളിലേക്ക് ഊതിയ ആത്മാവ്, ആ ആത്മാവ് നമ്മുടെ ശരീരത്തിൽ, ആ ആത്മാവിനെ അള്ളാഹു ശുദ്ധീകരിക്കാൻ ആവശ്യപ്പെടുന്നു. അതിന് ഫുജൂറും നൽകി തഖ്വയും നൽകി എന്ന് പറയുന്നു. സൂക്ഷ്മതാബോധം, ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിലുമുള്ള സൂക്ഷ്മതാബോധം. ഭൗതിക കാര്യത്തിലുമുണ്ട് ആ സൂക്ഷ്മത, ആത്മീയ കാര്യത്തിലുമുണ്ട് ആ സൂക്ഷ്മത, ജീവിതത്തിൽ ഇടപെടുന്ന എല്ലാ രംഗത്തുമുണ്ട് ആ സൂക്ഷ്മത. ഡ്രസ്സ് ധരിക്കുന്നിടത്തുണ്ട്, വാക്കുകളിലുണ്ട്, പ്രവൃത്തികളിലുണ്ട്, ജീവിതത്തിന്റെ സാമ്പത്തിക രംഗങ്ങളിലുണ്ട്, രാഷ്ട്രീയ രംഗങ്ങളിലുണ്ട്. മനുഷ്യൻ ഇടപെടുന്ന എല്ലാ മേഖലകളിലുമുള്ള തഖ്വ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന അതാണ്. അതായത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട്
ചോദിക്കുന്നുണ്ട്, അല്ല എന്താണ് അമീറുൽ മുഅ്മിനീൻ തഖ്വ എന്ന് പറയുന്നത് എന്താണ്? അദ്ദേഹം പറഞ്ഞു, ഒരു ഊടുവഴിയിലൂടെ, മുള്ളുള്ള കുണ്ടും കുഴിയുമുള്ള ഇഴജന്തുക്കളുള്ള മാരക ജീവികളുള്ള ഒരു ഊടുവഴിയിലൂടെ ഒരാൾ എത്ര ശ്രദ്ധയോടുകൂടി നടന്നു പോകുമോ അതാണ് തഖ്വ. അപ്പൊ ജീവിതത്തിന്റെ ഈ മുള്ളും മുരടുമുള്ള തിന്മയുള്ള ഒരു ലോകത്ത് വളരെ ജാഗ്രതയോടെ നടന്നു നീങ്ങാൻ പ്രാപ്തി നേടുക, വിജ്ഞാനത്തിലൂടെ, അറിവിലൂടെ, പ്രമാണങ്ങളിലൂടെ, ചരിത്ര സംഭവങ്ങളിലൂടെ ജീവിതത്തെ ആ മൂശയിൽ വാർത്തെടുത്ത് ഉജ്ജ്വലമായ ഒരു ജീവിതം, തിളക്കമാർന്ന ഒരു ജീവിതം, പശ്ചാത്താപനിരതമായ ഒരു ജീവിതം, വന്ന വഴികളിലെ ചളിക്കുണ്ടുകളിൽ നിന്ന് കയറി വിമോചനത്തിന്റെ സത്പഥങ്ങളിലൂടെയുള്ള സഞ്ചാരം, ഇതാണ് ഇതര ജീവവർഗങ്ങളിൽ നിന്ന് മനുഷ്യനെ വ്യത്യസ്തനാക്കുന്ന അടിസ്ഥാനപരമായ ഘടകം. നാം ആദ്യം പറഞ്ഞിടത്തേക്ക് വീണ്ടും മടങ്ങിപ്പോകുന്നു. മനുഷ്യൻ എന്ന് പറയുന്ന സവിശേഷമായ ഒരു ജീവിയെ തഖ്വയിലും ഫുജൂറിലുമായി ഈ രണ്ട് സാഹചര്യങ്ങളും, മനുഷ്യന്റെ മനസ്സിന്റെ എന്ന പ്രത്യേകത, ജീവിതത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ കുട്ടികളെക്കുറിച്ച്, യുവാക്കളെക്കുറിച്ച്, പുതുതലമുറയെക്കുറിച്ച് ഒക്കെ നമ്മൾ ആശങ്കാകുലരാണ്. അവരെ എങ്ങോട്ട് പോകുന്നു എന്നതിനെക്കുറിച്ച് എല്ലാ രക്ഷിതാക്കൾക്കും ദുഃഖമുണ്ട്. എല്ലാ രക്ഷിതാക്കൾക്കും മക്കൾ പിഴക്കാനുള്ള കാരണം ആ ദുഃഖിക്കുന്ന പിതാവായിരിക്കാം, മക്കൾ കേടുവരാനുള്ള കാരണം നെഞ്ചത്തടിച്ച് കരയുന്ന ഉമ്മയായിരിക്കാം, മക്കൾ കേടുവരാനുള്ള കാരണം അവരുടെ മൂത്ത ജ്യേഷ്ഠനായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ജീവിത സംവിധാനങ്ങളും ചുറ്റുപാടുകളുമാകാം. എങ്കിലും മാതാപിതാക്കളുടെ വിലാപം എന്താണ്? എൻ്റെ മോൻ അവൻ അനുസരിക്കുന്നില്ല, വഴിതെറ്റിയ റൂട്ടിൽ എവിടെയോ സിറാത്തുൽ മുസ്തഖീമിൽ നിന്നൊന്ന് തെറ്റി, ഒന്ന് സ്ലിപ്പായി, അവന്റെ വാഹനം മറ്റൊരു ഹൈവേയിൽ മനുഷ്യനിർമ്മിതമായ പ്രത്യയശാസ്ത്രങ്ങളുടെയും പിശാച് നിർമ്മിച്ചു വെച്ചിട്ടുള്ള, പിശാച് സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള വൃത്തികെട്ട വഴികളിലും എപ്പോഴോ കാല് തെന്നിപ്പോയപ്പോ അവിടെ നിന്നുള്ള സഞ്ചാരം തിന്മകളിൽ നിന്ന് തിന്മകളിലേക്കുള്ള യാത്രയായി തീർന്നപ്പോ അറിയാതെ ഒന്ന് മടങ്ങിപ്പോരാൻ ആഗ്രഹിച്ചപ്പോഴും മോഹിച്ചപ്പോഴും മടങ്ങി ഉന്നതമായ മൂല്യങ്ങളുള്ള വഴികളിലേക്ക് പ്രവേശിക്കാൻ മനുഷ്യന് കഴിയാതെ പോകുന്ന ചില നിമിഷങ്ങളുണ്ട്. ആർക്കും അത് വന്നു വപിക്കാം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമായ ഒരാളെ, ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാമായ ഒരാൾ അയാൾ മരിക്കുന്നത് വരെ, അല്ലെ വിശുദ്ധ ഖുർആൻ അങ്ങനെയാ പറയുന്നത്, ഫഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. യഖീൻ എന്ന് പറഞ്ഞാൽ മരണമാണ്. ഇവിടെ യഖീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മരണമാണ്. മരണം ഉറപ്പാകുന്നത് വരെ നീ നിന്റെ റബ്ബിനെ ആരാധിച്ചോ എന്നാണ്. ആ സന്ദർഭം വരെ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. എന്താ അത്? പടച്ചോനെ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. സിറാത്തുൽ മുസ്തഖീമിൽ ജീവിക്കുന്നവർ പോലും അള്ളാഹിനോട് നിരന്തരമായി പറയുന്നത് എന്താ? പടച്ചോനെ നേരായ പാതയിൽ നയിക്കണേന്നാ. ഇത് 5 വക്തിലായി വ്യത്യസ്ത ഘട്ടങ്ങളിലായി നമ്മൾ പടച്ചോനോട് പറയും, 17 തവണ പറയും. അതോടൊപ്പം ഐച്ഛികവും അതുപോലെ തന്നെ എല്ലാ രംഗത്തും സുന്നത്ത് നിസ്കാരങ്ങളിലൊക്കെയും ഈ ഒരു പ്രാർത്ഥന നിരന്തരമായി അള്ളാഹു ഈമാനുള്ളവരെ കൊണ്ട്, ഇഖ്ലാസ് ഉള്ളവരെ കൊണ്ട്, പ്രമാണമറിയാവുന്നവരെ കൊണ്ട് അള്ളാഹു ഇത് പറയിപ്പിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? തെറ്റിപ്പോകാനുള്ള സാധ്യത, നന്നാകാനുള്ള സാധ്യതയുടെ 100 ഇരട്ടി ലോകത്ത് നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ ഇങ്ങനെ പഠിപ്പിക്കേണ്ടതില്ല. അതായത് തെറ്റാനുള്ള സാധ്യത മനുഷ്യനെപ്പോഴും. അതുകൊണ്ടാണ് മനുഷ്യന്റെ മനസ്സിനെ സംബന്ധിച്ച് ഗഹനമായി, ഇപ്പൊ സിഗ്മണ്ട് ഫ്രോയിഡ് ലോകത്തിലെ ഏറ്റവും വലിയ മനഃശാസ്ത്രജ്ഞനായിരുന്നു. ഒരുപാട് മനസ്സുകളെ കുറിച്ച് പഠിക്കുകയും മനസ്സിന്റെ താളലയങ്ങളെക്കുറിച്ചും താളഭംഗങ്ങളെക്കുറിച്ചും മോഹഭംഗങ്ങളെക്കുറിച്ചും ഒക്കെ പഠിച്ച് ലോകത്ത് പല കുടുംബങ്ങളുടെയും മാനസിക സംഘർഷങ്ങൾ കരുതി വരുത്തിയ സിഗ്മണ്ട് ഫ്രോയിഡ് അവസാനം മരിക്കുന്നത് സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാതെയാണ്. ബെഡിൽ കിടന്ന് ഡോക്ടറോട് അദ്ദേഹം പറയും, പ്രഗത്ഭനായ മനഃശാസ്ത്രജ്ഞനായ ഈ പറയുന്ന സിഗ്മണ്ട് ഫ്രോയിഡിന് സ്വന്തം മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ രോഗം പിടിപെട്ടവരെ അദ്ദേഹം ശുശ്രൂഷിച്ചിട്ടുണ്ട്, ഒരുപാട് ആശ്വസിപ്പിച്ചിട്ടുണ്ട്, മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ അദ്ദേഹം ഉപദേശിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് രോഗം വന്നപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? പ്രഗത്ഭനായ ഡോക്ടറുടെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് വിഷം തന്നിട്ട് എന്നെ കൊല്ലണം, ഒരു വിഷം ഇഞ്ചക്ഷനിലൂടെ എനിക്ക് നൽകി ആരും അറിയാതെ നിങ്ങൾ എന്നെ കൊന്നു തരണം, എനിക്കിത് സഹിക്കാൻ വയ്യ. അങ്ങനെയാണ് സിഗ്മണ്ട് ഫ്രോയിഡ് മരിക്കുന്നത്. ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഏറ്റവും പ്രധാനമായ ഒന്നാണ് ആ സംഭവം. ഞാൻ പറയുന്നത്, ഈ സിഗ്മണ്ട് ഫ്രോയിഡിന് മനസ്സിന്റെ കിളിവാതിൽ എന്ന് പറഞ്ഞിട്ട് ഗംഭീരമായ ഒരു പുസ്തകമുണ്ട്. അതിൽ ഹിഡ് ഈഗോ, സൂപ്പർ ഈഗോ, മനുഷ്യന്റെ മനസ്സുമായി ഒരു വ്യക്തിയിൽ തന്നെയുള്ള 3 ഭാവങ്ങളെ, ഇത് സയൻസ് പറഞ്ഞു തരുന്നുണ്ട്, മോഡേൺ സയൻസ് പറഞ്ഞു, മനഃശാസ്ത്രം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഈ 3 മാനസികാവസ്ഥയെയും വിശദീകരിച്ചു. ഒന്ന്, ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ വലാ ഉഖ്സിമു ബിൻ നഫ്സിൽ ലവാമ. നഫ്സുൽ ലവാമ എന്താണ്? നഫ്സുൽ ലവാമ നമ്മളെല്ലാം കേട്ട സൂറത്ത് ഖിയാമ 75-ാം അധ്യായം 2-ാമത്തെ വചനം. ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ,
വലാ ഉഖ്സിമു ബിൻ നഫ്സിൽ ലവാമ. എന്താണ് നഫ്സുൽ ലവാമ? അവ്വാമ, നഫ്സുൽ ലവാമ എന്ന് പറഞ്ഞാൽ ആക്ഷേപകാരിയായ മനസ്സ്. എന്നിലുണ്ടത്, നിങ്ങളിലുണ്ടത്, നമ്മളിൽ ഓരോരുത്തരും ഉണ്ട് ആ മനസ്സ്. ഏത്? നഫ്സുൽ ലവാമ. എന്താ നഫ്സുൽ ലവാമ? ആക്ഷേപകാരിയായ മനസ്സ്. സഹോദരിമാർക്ക് മനസ്സിലാകണുണ്ടോ ആവോ? അതായത് ഒരു തെറ്റ് ചെയ്തു പോയി, ചെയ്യണമെന്ന് വിചാരിച്ചതല്ല, പിശാച് പ്രേരിപ്പിച്ചു, മനുഷ്യനൊരു തെറ്റ് സംഭവിച്ചു. അപ്പൊ മനുഷ്യൻ ഉടനെ പശ്ചാത്തപിക്കുക. പടച്ചവനെ, എനിക്ക് ഇങ്ങനെ സംഭവിച്ചു പോയി, ഇങ്ങനെ തെറ്റുപറ്റിപ്പോയി, ഞാനത് ചെയ്യാൻ പാടുണ്ടായിരുന്നില്ല, ഞാൻ അങ്ങനെ ചെയ്യാൻ പാടുണ്ടായിരുന്നില്ല, എന്നിൽ നിന്ന് അങ്ങനെ വരാൻ പാടുണ്ടായിരുന്നില്ല. ഈ ഒരു ചിന്തയാണ് നഫ്സുൽ ലവാമ. ഈ നഫ്സുൽ ലവാമ പോസിറ്റീവായിട്ടുണ്ടാകാം, നഫ്സുൽ ലവാമ നെഗറ്റീവായിട്ടുണ്ടാകാം, പോസിറ്റീവായിട്ടുണ്ടാകാം. അതെങ്ങനെ? ഒരാൾ വന്നു, പള്ളി കമ്മിറ്റിയിലെ വളരെ പ്രഗത്ഭനായ ഒരാൾ പള്ളിയുടെ മുന്നിലേക്ക് വികസിപ്പിക്കാൻ വേണ്ടി, കുറെ കൂടെ വികാസം പ്രാപിക്കാൻ വേണ്ടി നല്ലൊരു പൈസക്കാരൻ്റെ അടുത്ത് വന്നു. അങ്ങനെ വന്നിട്ട് ഒരു നല്ലൊരു സംഖ്യ അയാളോട് ആവശ്യപ്പെട്ടു. അയാൾക്ക് കൊടുക്കാമായിരുന്നു, കഴിവുണ്ടായിരുന്നു, അതെ, സാമ്പത്തികമായി നല്ല ആസ്തി ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ പള്ളി വികസിപ്പിക്കാൻ വേണ്ടി വന്ന് ഉത്തരവാദിത്തപ്പെട്ട വളരെ പ്രിയപ്പെട്ട പള്ളിയുടെ ഏറ്റവും ഉയർന്ന ബോഡിയിലുള്ള ഒരാൾ വന്നിട്ട് ചോദിച്ചു. പക്ഷേ എന്തോ ഒരു ചെറിയ പൈസ എടുത്തു കൊടുക്കാമായിരുന്നു, ധാരാളം കൊടുക്കാമായിരുന്നു. അയാൾ ആവശ്യപ്പെട്ടതും അതിൽ കൂടുതലും ഒറ്റക്കും വേണമെങ്കിൽ ആ പള്ളിയുടെ പുരോഗതിയിൽ ഒറ്റക്ക് ചെയ്യാമായിരുന്നു. അങ്ങനെയുള്ള ഒരു മനസ്സിന്റെ ഉടമ പിന്നെ 50,000 കൊടുക്കേണ്ടതിന് പകരം 1000 രൂപ എടുത്തു കൊടുത്ത് ആശ്വസിപ്പിച്ച് പറഞ്ഞു കേൾക്കുമ്പോ കോണിപ്പടി കയറി ഇറങ്ങി പോകുന്ന മനുഷ്യന്റെ മനസ്സിലുണ്ടാവും, എന്താ അയാൾ അങ്ങനെ ചെയ്തത്, എന്താ അങ്ങനെ എന്ന് ചിന്തിച്ച് അയാൾ ഇറങ്ങിപ്പോവും. പിന്നീട് വീട്ടിലേക്ക് മടങ്ങിപ്പോയി ഇരിക്കുമ്പോഴായിരിക്കും ഈ 1000 കൊടുത്ത മനുഷ്യന്റെ മനസ്സിൽ ഇത് ശരിയായില്ല, 5000 കൊടുക്കാമായിരുന്നു, 50,000 കൊടുക്കാമായിരുന്നു, എനിക്കങ്ങനെ ചെയ്യാൻ, ഞാൻ എന്താ അങ്ങനെ ചെയ്തത്, ഇത് ശരിയായില്ല. ഇതാണ് നഫ്സുൽ ലവാമ. ഇതില്ലാത്ത ഒരു മനുഷ്യനും ഭൂമിയിലില്ല, ഒരു മനുഷ്യനും, ലോകത്ത് ഒരു മനുഷ്യനും. സത്യത്തിൽ ഈ നഫ്സുൽ ലവാമ അധികമായി അനുഭവപ്പെട്ടിട്ടില്ലാത്ത ലോകത്തിലെ ഒരു മനുഷ്യനാണ് മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഒന്നാമത് മുഹമ്മദ് നബി, രണ്ടാമത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആ രണ്ടുപേരെ കുറിച്ചും ഖുർആൻ പ്രത്യേകമായ ഒരു പരാമർശം നടത്തിയിട്ടുണ്ട്. വേറൊരു പ്രവാചകനെ കുറിച്ച് പോലും നടത്തിയിട്ടില്ല. അങ്ങനെ പ്രവാചകന്മാരെല്ലാം മൗസൂമിങ്ങളാണ്, നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം. ഈ രണ്ടുപേർക്ക് ഒരു എക്സ്ട്രാ അംഗീകാരം അള്ളാഹു നൽകിയിട്ടുണ്ട്. ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീഹി ഇബ്രാഹിം. അങ്ങനെ വേറൊരു നബിയെ കുറിച്ചും പറഞ്ഞിട്ടില്ല. പിന്നെ അങ്ങനെ പറഞ്ഞത് മുഹമ്മദ് നബിയെ കുറിച്ച് മാത്രമാണ്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. വേറൊരു പ്രവാചകനെ കുറിച്ചും ഈ രണ്ട് പ്രയോഗം ഉണ്ടായിട്ടില്ല. 60-ാം അധ്യായം സൂറത്ത് മുംതഹനയിലെ 4-ാമത്തെ വചനത്തിൽ ഇബ്രാഹിം നബിയെ പറ്റി ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീഹി ഇബ്രാഹിം, അങ്ങനെ അദ്ദേഹത്തെ പറ്റിയാണ് സൂറത്ത് മുംതഹനയിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് നഫ്സുൽ ലവാമ ഏറ്റവും കുറഞ്ഞ മനുഷ്യന്മാർ, അതായത് നന്മയിൽ അവർ സമ്മിറ്റിലാണ്. അതായത് അവരുടെ നന്മ 80% അവരുടെ നന്മ 100 തിന്മയിൽ നിന്നുള്ള വിട്ടുനിൽക്കലോ 80 100ക്ക് 100. ഇങ്ങനെ ഇതാണ് ആ രണ്ടാളുകളെ പ്രത്യേകമായി ഖുർആൻ എടുത്തു പറഞ്ഞു. അതായത് മാനവിക മൂല്യങ്ങളുടെ ഏറ്റവും ഉദാത്ത മാതൃകകൾ സ്ത്രീരത്നങ്ങളിലുമുണ്ട്. അങ്ങനെ ചിലര് അള്ളാഹു പിന്നെ പ്രവാചകന്റെ ഹദീസുകളിൽ 2-3 ഹദീസുകളിൽ ഒരു സ്ഥലത്ത് 2 സ്ത്രീകളെ എണ്ണി, വേറെ ഒരു സ്ഥലത്ത് 3 സ്ത്രീകളെ എണ്ണി. ഒന്ന് മറിയം ബീവി, മറ്റൊന്ന് ആസിയ ബീവി, പിന്നെ ഖദീജത്തുൽ കുബറ. ഈ 3 സ്ത്രീകളാണ് സ്ത്രീത്വത്തിന്റെ മകുടോദാഹരണങ്ങളിൽ ലോക സ്ത്രീകളിൽ. അതാദിമ അവ്വാ ബീവി മുതൽ മനുഷ്യരവസാനിക്കുന്നവരെയുള്ള സ്ത്രീരത്നങ്ങളിൽ ഈ 3 സ്ത്രീകളെ കവിച്ചു വെക്കാൻ ഒരാളെ എത്ര ശ്രമിച്ചാലും സാധ്യമല്ല. അങ്ങനെ അപ്പോ ഫുജൂറും തഖ്വയും അതിൽ നഫ്സുൽ ലവാമ എന്നത് നമുക്കെല്ലാവർക്കും ഉണ്ട്, എനിക്കുണ്ട്, നിങ്ങൾക്കുണ്ട്. ഒരു പ്രസംഗം നടത്തി, ഒരു പ്രസംഗത്തിൽ പറയാൻ പാടില്ലാത്തൊരു പദം പറഞ്ഞു പോയി എന്ന് വിചാരിക്കുക, ഞാൻ അനുഭവിക്കാറുണ്ട്, അത് മൂടി വെക്കുന്നില്ല, നമ്മൾ അനുഭവിക്കും, നമുക്ക് എല്ലാവർക്കും അനുഭവിക്കാൻ കഴിയും. നഫ്സുൽ ലവാമ, അത് ആക്ഷേപകാരിയായ മനസ്സ്, സ്വന്തത്തെ സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന മനസ്സ്. ഞാൻ എന്താ അങ്ങനെ, എന്താ ഇപ്പൊ അങ്ങനെ പറഞ്ഞു പോയത് എന്ന് ചിന്തിക്കുന്ന മനസ്സ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി, അതാണ് നഫ്സുൽ ലവാമ, ആക്ഷേപകാരിയായ മനസ്സ്, അല്ലെ? ഈ ആക്ഷേപകാരിയായ മനസ്സിൽ നിന്നുള്ള ഇത് ഒരു ഘട്ടം. സൂറത്ത് ഖിയാമ 75-ാം അധ്യായം 2-ാമത്തെ വചനം. ഇനി ഇതിനപ്പുറത്ത് വേറൊരു മനസ്സ്. അതേതാ മനസ്സ്? അതിൽ ആക്ഷേപങ്ങൾ കുറവാണ്. അതായത് നന്മയും തിന്മയും ആവാം, പക്ഷെ ആക്ഷേപം കുറവാണ്. എങ്ങനെ? അത് പാപത്തിലേക്കാണ് ഏറ്റവും കൂടുതൽ മുറ്റി നിൽക്കുക. ആക്ഷേപമൊന്നും അതിലില്ല. ഞാനൊരു പാപിയാണ്, ഞാനൊരു തെമ്മാടിയാണ്, ഇത് ശരിയല്ല,
ഇതൊരു മുസ്ലിമിന് ചേർന്നതല്ല, അങ്ങനെയുള്ള കുറ്റബോധമൊന്നും അയാൾക്ക് ഉണ്ടാവില്ല. അതിന് നഫ്സുൽ അമ്മാറ എന്നാണ് വിളിക്കുക. അമ്മാറത്തായ ഒരു മനസ്സ്. മനുഷ്യ ജീവിതത്തിൽ മനുഷ്യൻ ഏറെ അനുഭവിക്കുന്ന നഫ്സുൽ അമ്മാറ. വമാ ഉബരിഉ നഫ്സി ഇന്നൻ നഫ്സല അമ്മാറത്തും ബിസ്സൂ ഇല്ലാ മാ റഹിമ റബ്ബി ഇന്ന റബ്ബി ഗഫൂറുർ റഹീം. വല്ലാത്തൊരു വാക്ക്. ഖുർആനിലെ 12-ാം അധ്യായം സൂറത്ത് യൂസുഫ്. മഹാനായ യൂസുഫ് നബി പറഞ്ഞതായും സുലേഖ പറഞ്ഞതായും രണ്ടും അതിൽ യൂസുഫ് നബിയുടെ വാക്കായി ഭൂരിപക്ഷ പണ്ഡിതന്മാർ പറയുന്ന ഒരു കാര്യം. ഖുർആനിലെ 12-ാം അധ്യായം സൂറത്ത് യൂസുഫ് 53-ാമത്തെ വചനമാണ്. വമാ ഉബരിഉ നഫ്സി ഇന്നൻ നഫ്സല അമ്മാറത്തും ബിസ്സൂ ഇല്ലാ മാ റഹിമ റബ്ബി ഇന്ന റബ്ബി ഗഫൂറുർ റഹീം. എന്താ? അതായത് അദ്ദേഹം യൂസുഫ് നബി പറഞ്ഞായിട്ട് പറയാണ്. അങ്ങനെ ആ ഭാഗത്തു നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കും. വമാ ഉബരിഉ നഫ്സി, ഞാൻ എന്റെ നഫ്സിനെ കുറ്റവിമുക്തമാക്കുന്നില്ല, അഥവാ ഞാൻ ഒരിക്കലും തെറ്റുപറ്റാത്തവനാണ് എന്ന് ഞാൻ വാശി പിടിച്ചു പറയുന്നില്ല. അതാണ് അതിന്റെ ആശയം പറയാൻ, വാശി പിടിക്കുന്നില്ല. എന്നാൽ ഇന്ന നഫ്സല അമ്മാറത്തും ബിസ്സൂ, നഫ്സ് എന്നത്, ആത്മാവ് എന്നത് പാപത്തോട് ആഭിമുഖ്യം പുലർത്തുന്നതാണ്, പാപത്തോട് കൂറു പുലർത്തുന്നതാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട്, ഇല്ലാമാ റഹിമ റബ്ബി. ഇത് പ്രാർത്ഥനയ്ക്ക് സിഫത്തായി, അതായത് എടുത്തു പറഞ്ഞ് പ്രാർത്ഥിക്കേണ്ട ഒരു വാചകം കൂടി കേട്ടോ ഇത്. ഇല്ലാമാ റഹിമ റബ്ബി, പടച്ചോന്റെ കാരുണ്യം ലഭിച്ചവരൊഴികെ അവരെന്താവൂല, അവർ ഈ പാപത്തിലേക്ക് പോകൂല. അത് പ്രത്യേകം അള്ളാന്റെ കാരുണ്യം. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണം? ഇന്നത്തെ ലോകത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം. പടച്ചവനെ, സൂറത്ത് യൂസുഫിൽ 53-ാമത്തെ വചനത്തിൽ ഇല്ലാമാ റഹിമ റബ്ബി, എന്റെ റബ്ബിന്റെ കാരുണ്യം ലഭിച്ചവർ പാപത്തിലേക്ക് പോവുകയില്ല എന്ന് പറയും. പടച്ചവനെ, നീ കാരുണ്യത്തിൽ ഉൾപ്പെടുത്തിയവരുടെ കൂട്ടത്തിൽ നീ എന്നെയും കൂടെ ചേർക്കണമേ എന്ന് പ്രാർത്ഥിക്കേണ്ടവരാണ് നമ്മൾ. അപ്പോ ജീവിതത്തെക്കുറിച്ച് ഈ 3 മനസ്സിനെയും പഠിച്ചിട്ട് വേണം ജീവിത ലക്ഷ്യത്തിന്റെ വ്യത്യസ്ത ദിക്കുകളിലേക്ക് നമ്മൾ സഞ്ചരിക്കാൻ. സമയം വളരെ കുറവാണ്, വിഷയം വിശാലമാണ്, നമുക്ക് എത്തിച്ചേരാനുള്ള ലോകവും വലുതാണ്, നമ്മുടെ കയ്യിലാവട്ടെ പാതയും വളരെ കുറവുമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളത് മനസ്സിലാക്കുക. വമാ ഉബരിഉ നഫ്സി ഇന്നൻ നഫ്സല അമ്മാറത്തും ബിസ്സൂ ഇല്ലാ മാ റഹിമ റബ്ബി ഇന്ന റബ്ബി ഗഫൂറുർ റഹീം. പടച്ചോൻ പരമകാരുണ്യകനാണ്. ഇപ്പൊ റബ്ബിനോട്, പടച്ചവനെ, നിന്റെ കാരുണ്യത്തിൽ നീ എന്നെ പെടുത്തണം. പാപത്തിലേക്ക് പോകുന്ന മനസ്സിനെ പിടിച്ചുകൊണ്ടുവന്ന് തഖ്വയിൽ അധിഷ്ഠിതമായി മുന്നോട്ട് നീങ്ങാൻ അല്ലാഹുവേ നീ എന്റെ മനസ്സിന് പ്രാപ്തി തരണമേ എന്ന് നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാലല്ലാതെ ഇന്നത്തെ ലോകത്ത് പാപത്തിൽ നിന്ന് മുക്തമാകാൻ നമുക്ക് സാധ്യമല്ല. പാപം വലത് ഭാഗത്തുകൂടെ ഇടത് ഭാഗത്തുകൂടെ മുന്നിലൂടെ പിന്നിലൂടെ പാപത്തിന്റെ വലയങ്ങൾക്ക് നടുവിൽ ആഴക്കടലിലെ മഹാചുഴികളിൽപ്പെട്ട് തായോട്ട് താന്ന് രക്ഷപ്പെടാനാവാതെ നിലവിളിച്ച നിലവിളികൾ ദീനരോധനമായി മാറി നേർത്ത ശബ്ദമായി തീർന്ന് ചുഴികളിൽ ആപതിച്ച് മരിച്ചു പോകുന്ന പോലെ പാപത്തിന്റെ തിന്മകളുടെ തോതിനുള്ളിൽ കിടന്ന് ഞെരിപിരി കൊള്ളുന്ന ഒരു സാഹചര്യം ആധുനിക മനുഷ്യ തലമുറ, ഓരോ സ്ത്രീയും ഓരോ പുരുഷനും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഗൾഫിൽ ജീവിക്കുന്ന ഭർത്താവിന്റെ അഭാവത്തിൽ തന്റെ ശരീരത്തിന്റെ ഇച്ഛകളെ നിയന്ത്രിക്കാൻ പെടാപാടുപെടുകയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും എല്ലാ ഖുർആൻ ക്ലാസ്സിൽ പോവുകയും എന്നിട്ടും ഭൗതികമായ പ്രലോഭനങ്ങൾക്ക് വശംവദമായി പോകുകയും ചെയ്യുമ്പോൾ ഈ ആഴക്കടലിലെ ചുഴിയിൽ പെട്ടുപോയ ഒരു മനുഷ്യന്റെ പ്രതീതി അനുഭവിക്കുമ്പോഴും ഇല്ലാമാ റഹിമ റബ്ബി ഇന്ന റബ്ബി ഗഫൂറുർ റഹീം എന്ന ഒരു അവസ്ഥ. ഇത് ഖുർആനിലെ 12-ാം അധ്യായം 53-ാമത്തെ വചനം. 3-ാമത്തെ മനസ്സ്, അവിടെ എത്താൻ അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. 3-ാമത്തെ മനസ്സ് ഏതാണ്? വിശുദ്ധ ഖുർആൻ വീണ്ടും വിശദീകരിച്ചു. 89-ാം അധ്യായം സൂറത്ത് ഫജ്റാണ്. സൂറത്ത് ഫജ്റിൽ 27 മുതൽ 30 വരെയുള്ള വചനത്തിൽ അള്ളാഹു ആ കാര്യം വിശദീകരിച്ചു. വളരെ ഗൗരവമായി തന്നെ പടച്ചോൻ വിശദീകരിച്ചു. അതേതാണ്? യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മയിന്ന, മുത്തുമയിന്നത്തായ മനസ്സ്. മുത്തുമയിന്നത്തായ മനസ്സ് അതെല്ലാവർക്കും ഒരേപോലെ അനുഭവിക്കാൻ കഴിയില്ല. എല്ലാവർക്കും നല്ല, റസൂലുള്ളാന്റെ വാക്കനുസരിച്ച് 1000-ൽ ഒരാൾക്ക്, 1000-ൽ ഒരാൾക്ക്. സഹീഹ് മുസ്ലിമിൽ ഈ വിഷയം വന്നിട്ടുണ്ട്. 1000-ൽ ഒരാൾക്ക്. ഏത്?
യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന എന്ന് പറഞ്ഞില്ലേ, മുത്മഇന്നത്തായ മനസ്സ്. എന്നാൽ ഈ മുത്മഇന്നത്തായ മനസ്സിന്റെ അവസ്ഥകൾ ജീവിതത്തിൽ തീരെ ഇല്ലാതായി പോവോ? ഇല്ല. എന്നാൽ ചില സന്ദർഭങ്ങളിലൊക്കെ അതിന് ഏറ്റക്കുറവുകൾ ഉണ്ടാവും. ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർളിയാ. നോക്കൂ, ആ ഒരു മാനസികാവസ്ഥ ഉണ്ടല്ലോ. സമാധാനമടഞ്ഞ ആത്മാവിന്റെ ഉടമകളെ, നിങ്ങൾ മടങ്ങിക്കോളൂ. എങ്ങോട്ട്? അള്ളാഹുവിലേക്ക്, നിങ്ങളുടെ റബ്ബിലേക്ക്. റബ്ബ് നിങ്ങളെ തൃപ്തിപ്പെട്ടു, നിങ്ങൾ റബ്ബിനെയും തൃപ്തിപ്പെട്ടു. അങ്ങനെ മുത്മഇന്നത്തായ, ശാന്തമായ, മരണത്തെ ആ നിലക്ക് വരിക്കാൻ കഴിയുന്ന, സ്വീകരിക്കാൻ കഴിയുന്ന മുത്മഇന്നത്തായ ഒരു മനസ്സ്. ഈ മൂന്ന് മനസ്സിന്റെ ഉടമകൾ ഒരേ വ്യക്തിയിൽ തന്നെ, ഈ മൂന്ന് മനസ്സിനെയും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ജീവിതത്തിൽ ഒരു 60 കൊല്ലം ജീവിച്ച്, 50 കൊല്ലം ജീവിച്ച്, 40 കൊല്ലം ജീവിച്ച ഏതൊരു മനുഷ്യനിലും നമുക്ക് ഈ മൂന്നവസ്ഥകൾ കാണാൻ കഴിയും. എന്നാൽ ഈ മൂന്നാമത് പറഞ്ഞ അവസ്ഥ ഉണ്ടല്ലോ, അതുണ്ടാക്കിയെടുക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ആവശ്യപ്പെടുന്നത്. ജീവിതത്തെ ആ നിലക്ക് വീക്ഷിക്കാൻ. അതായത് എനിക്ക് എൻ്റെ റബ്ബ് അമൂല്യമായി തന്ന ഒന്ന്. നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കണേ. ഒരു കൊച്ചുകുട്ടിയെ അയൽവാസിയായി, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അയൽവാസികൾ, ഇതാ എൻ്റെ ഈ മോള് ഒരു മണിക്കൂർ ഇവിടെ നിൽക്കട്ടെ, ഇവിടെ ഇപ്പം എടുക്കാൻ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ട്, ഞങ്ങൾ ഇന്ന സ്ഥലത്ത് ഒരു ഹോസ്പിറ്റലിൽ പോയി വരികയാണ്, അവളുണ്ടായ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ നമ്മളെ ഏൽപ്പിക്കുന്നു. ഒരു 2 വയസ്സായ കുഞ്ഞിനെ എത്ര ജാഗ്രതയോടുകൂടിയായിരിക്കും ആ വിശ്വാസ്യതയെ നമ്മൾ കാത്തു സൂക്ഷിക്കുന്നത്. ആ കുഞ്ഞിനെ നമ്മൾ എത്രമാത്രമായിരിക്കും നോക്കുക. ആ സമയത്ത് നമ്മുടെ മക്കളെക്കാളുപരി വിശ്വസിച്ചേൽപ്പിച്ച ഒരു അമാനത്താണ്. ആ അമാനത്തിനെ നമ്മൾ നോക്കും. കേടുവരാതെ, എന്തെങ്കിലും ഒരു പരിക്ക് പറ്റാതെ, ആ കുട്ടി കരയുന്നോന്ന് നോക്കി, അങ്ങനെ ജാഗ്രതയിൽ. ഇനി വളരെ അമൂല്യമായ ഒരു വസ്തു നമ്മളെ ഒരാളെ ഏൽപ്പിച്ചു, വിശ്വസ്തയോടെ ആ അമൂല്യമായ വസ്തു എത്ര ജാഗ്രതയോടെയാണ് നമ്മൾ അതിനെ കൊണ്ടുനടക്കുക. ഇത് ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിലും വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട ഒന്നിനോട് നമുക്ക് ആ വിധത്തിൽ. എന്നാൽ ഇവിടെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കണം. നമ്മുടെ ശരീരത്തിലേക്ക് സുമ്മ സവ്വാഹു വനഫഖ ഫീഹി മിർ റൂഹിഹി എന്ന് പറഞ്ഞില്ലേ, ആ ആത്മാവ് അള്ളാഹു നൽകി. പടച്ചവന്റെ ഭാഗത്ത് നിന്ന് ഗിഫ്റ്റ് ഓഫ് ഗോഡ്, അള്ളാഹുവിന്റെ സമ്മാനമാണ് ആത്മാവ്. ആ ആത്മാവ് നമ്മളിൽ അവൻ സന്നിവേശിപ്പിച്ചു. എന്നിട്ട് ആ അള്ളാഹു ആവശ്യപ്പെടുകയാണ് എന്ത്? ആ ആത്മാവിനെ നിങ്ങൾ നല്ലോണം നോക്കണം. ആത്മാവിനെ നിങ്ങൾ നല്ലോണം നോക്കണം. ആ ആത്മാവിന് കേടുപാടുകൾ വരാൻ സാധ്യതയുണ്ട്. ആ ആത്മാവിനെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യണം. ആ ആത്മാവിനൊരു പ്രത്യേകതയുണ്ട്. ആ ആത്മാവിനെ കള്ളന് മോഷ്ടിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല. ആ ആത്മാവിനെ പുറത്തുനിന്ന് ഒരാൾക്ക് എടുത്തുകൊണ്ടുപോകാൻ പറ്റില്ല. പക്ഷെ ആ ആത്മാവിനെ പിശാചിന് കേടുവരുത്താൻ കഴിയും. നിങ്ങൾക്കിടയിലെ തിന്മകൾക്ക് കേടുവരുത്താൻ കഴിയും. ആ ആത്മാവ് നശിച്ചാൽ, ആ ആത്മാവിൽ കറ പുരണ്ടാൽ, റസൂലുള്ളാഹി പറഞ്ഞു, പിന്നെ മനസ്സിൽ ഒരു തിന്മ ചെയ്യുമ്പോൾ ഒരു കറുത്ത പുള്ളി ഹൃദയത്തിൽ വീഴുമെന്നാണ്, ആത്മാവിൽ അത് പതിക്കുമെന്നാണ്. അതുകൊണ്ട് തന്നെ ആ കറുത്ത പുള്ളിയിൽ നിന്നുള്ള മോചനം, ആത്മാവിനെ എപ്പോഴും തഖ്വയിൽ അധിഷ്ഠിതമായി നിലനിർത്താൻ കഴിയുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടാവണം. അതിനെന്ത് വേണം എന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ഒരു ആത്മാവിലുള്ള വിശ്വാസം മനുഷ്യനുണ്ടാവണം. ആത്മാവ് എന്താ നമുക്കറിയില്ല. വളരെ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ്. വിശുദ്ധ ഖുർആൻ ആ കാര്യം 17-ാം അധ്യായം 85-ാമത്തെ വചനത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. എന്താ വിശദീകരിച്ചത്? യസ്അലൂനക അനിർ റൂഹി ഖുലിർ റൂഹു മിൻ അംരി റബ്ബി വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല. നബിയെ, ആത്മാവിനെ കുറിച്ച് അവർ നിങ്ങളോട് ചോദിക്കുന്നു. പക്ഷേ നബിയെ, ആത്മാവിനെ കുറിച്ചുള്ള അറിവ് താങ്കൾക്ക് എത്രയുണ്ട്? താങ്കൾക്കില്ല, മനുഷ്യർക്ക് ആർക്കില്ല. വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല. വളരെ കുറച്ച് അറിവേ ആത്മാവിനെ കുറിച്ച് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളൂ. ഇനി ഇവിടെ ഒരു പോയിന്റ് കൂടെ ഇതിനോട് ചേർത്ത് ബാക്കി വിഷയത്തിലേക്ക് നമുക്ക് കടന്നു പോകാം. ആത്മാവ് നമ്മുടെ വകയല്ല. ആത്മാവ് നമ്മുടേതല്ല. ആത്മാവ് മണ്ണിന്റെ ഭാഗമല്ല. നിങ്ങളുടെ കൈ നഖം നീണ്ടാൽ കട്ടർ ഉപയോഗിച്ച് നിങ്ങൾക്ക് കട്ട് ചെയ്യാം, നിങ്ങൾക്കത് മുറിച്ചു മാറ്റാം. നിങ്ങളുടെ കാലിൽ മണ്ണ് പുരണ്ടാൽ നിങ്ങൾക്ക് വെള്ളം ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കാം. നിങ്ങളുടെ ഡ്രസ്സ് നിങ്ങൾക്ക് മനോഹരമായ അയൺ ചെയ്യാം. നിങ്ങളെ ഇഷ്ടപ്പെട്ട വിധത്തിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം. ആത്മാവിനെ നിങ്ങൾ ഇഷ്ടപ്പെട്ട രൂപത്തിൽ രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയണമെങ്കിൽ, ആത്മാവിനെ കൈകാര്യം ചെയ്യണമെങ്കിൽ, ഈ ആത്മാവ് നമ്മുടെ ഭാഗത്ത് നിന്നല്ലാത്തത് കൊണ്ട് തന്നെ, നമ്മൾ സൃഷ്ടിക്കാത്തത് കൊണ്ട് തന്നെ, ആത്മാവിനെ ആരാണോ സംവിധാനിച്ചത് അവൻ പറയും ആത്മാവിനെ എങ്ങനെ ഉപയോഗിക്കണം. ഒരു മൊബൈല്, നമ്മുടെ കയ്യിലുള്ള ഒരു മൊബൈല്
ഇത് കണ്ടെത്തിയ ആദ്യത്തെ മനുഷ്യൻ, അങ്ങനെ ഒരാളുണ്ടാവുമല്ലോ. സംവിധാനിച്ചാലേ കുറച്ച് ആളുകൾ ഉണ്ടാവുമല്ലോ. ഈ മൊബൈല് അവർക്കറിയാം ഇതെങ്ങനെ രൂപപ്പെടുത്തിയെടുത്തു, എന്തൊക്കെ സിസ്റ്റമാണ് ഇതിലുള്ളത്, ഏതൊക്കെ ബട്ടനാണ് ഞെക്കേണ്ടത്, ഏതാണ് കട്ട് ചെയ്യേണ്ടത്, ഏതാണ് നമ്മളൊരു കോള് അറ്റൻഡ് ചെയ്യേണ്ടത്, നമ്മളൊരു മെസ്സേജ് എങ്ങനെയാണ് അയക്കേണ്ടത്, ഇതിന്റെ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു കേട് വന്നാൽ ഇതെങ്ങനെയാണ് നന്നാക്കേണ്ടത്, ഇതെല്ലാം അറിയാവുന്ന ഒരാൾ അതിന്റെ കാറ്റലോഗ് നൽകിയാൽ ആ കാറ്റലോഗ് അനുസരിച്ച് ഇതിനെ യൂസ് ചെയ്താൽ ഒരുപാട് കാലം ഇതിന് ഉപയോഗിക്കാൻ കഴിയും, ഒരുപാട് നല്ല രൂപത്തിൽ ഇതിന് ഉപയോഗിക്കാൻ കഴിയും. അല്ലെ? ഈ മൊബൈലിനെ നന്മക്ക് ഉപയോഗിക്കാം, തിന്മക്ക് ഉപയോഗിക്കാം. ആത്മാവിനെ അള്ളാഹു നൽകുകയും ആ ആത്മാവ് ഇന്ന രൂപത്തിൽ നിങ്ങൾ ഉപയോഗിക്കണമെന്നും ആത്മാവിനെ നിങ്ങൾ ഇങ്ങനെ പരിപോഷിപ്പിക്കണമെന്നും ആത്മാവിന് കൊടുക്കേണ്ടത് എന്തൊക്കെയെന്നും ഖുർആൻ സുന്നത്തിലൂടെ അള്ളാഹു പഠിപ്പിച്ചു. അவ்விதം ആത്മാവിനെ സ്വീകരിച്ചാൽ, അவ்விதം ആത്മാവിനെ കൊണ്ടു നടന്നാൽ മനുഷ്യനിലെ മനുഷ്യത്വത്തിന്റെ പൂർത്തീകരണം അവിടെ യാത്ര തുടങ്ങുകയായി, ആരംഭം കുറിക്കുകയായി. ആത്മാവിനെ അല്ലാഹു പറഞ്ഞു ഇന്നെന്ന റൂട്ടിലൂടെ കൊണ്ടുപോകരുത്, ആ റൂട്ടിലൂടെ പോയാൽ ആത്മാവ് മലീമസമാകും. എന്നിട്ട് പറഞ്ഞു എന്ത്? വനഫ്സിൻ വമാ സവ്വാഹാ ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ. ആരാത്മാവിനെ ശുദ്ധീകരിച്ചുവോ അവർ വിജയിച്ചിരിക്കുന്നു, ആരാത്മാവിനെ മലീമസപ്പെടുത്തിയോ അവർ പരാജയപ്പെട്ടിരിക്കുന്നു. അപ്പൊ ജീവിത ലക്ഷ്യത്തിന്റെ ഏറ്റവും കാതലായ വശന്ത ആത്മാവിനെ പരിപോഷിപ്പിക്കുക എന്നുള്ളതാണ്, ആത്മാവിനെ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. ആത്മാവിനെ ശുദ്ധീകരിച്ചവർ വിജയിച്ചു. ആത്മാവിനെ എങ്ങനെ ശുദ്ധീകരിക്കും? ആത്മാവിനെ എങ്ങനെ ശുദ്ധീകരിക്കും? അതാണ് പ്രധാനമായി ആദ്യമായി നമ്മൾ ആരാന്നറിയണം. നമ്മൾ ആരാ? നമ്മുടെ പ്രത്യേകത എന്താ? നമുക്ക് നൽകിയ ആത്മാവ് എന്താ? ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ജീവിതത്തെ വീക്ഷിച്ചു നോക്കൂ നിങ്ങൾ. ഒന്ന്, ഏതെങ്കിലും ഒരു മനുഷ്യൻ നിങ്ങൾ ചിന്തിക്കുക, തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്, തിരുവനന്തപുരത്തേക്ക് കോഴിക്കോട് എന്നൊരാൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നു, തിരുവനന്തപുരത്തേക്ക് ഒരാൾ യാത്ര തിരിക്കുകയാണ്. തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിക്കുന്നത് 3 ദിവസത്തെ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കാനാണ്, അല്ലെങ്കിൽ 3 ദിവസത്തെ പ്രോഗ്രാമിൽ പങ്കെടുക്കാനാണ്. സ്വാഭാവികമായി എന്തുണ്ടാവും? അയാളുടെ കയ്യിൽ 3 ദിവസത്തേക്ക് ആവശ്യമായ ഡ്രസ്സ് ഉണ്ടാവും, ഒരു ചെറിയ പേസ്റ്റ് ഉണ്ടാവും, ബ്രഷ് ഉണ്ടാവും, ആവശ്യമായ കാര്യങ്ങൾ ഉണ്ടാവും, ഒരു കള്ളിമുണ്ടുണ്ടാവും, ഒരു ലുങ്കി ഉണ്ടാവും, പിന്നെ ഒരു ടീഷർട്ട് ഉണ്ടാവും. ഇങ്ങനെ എന്താണോ യാത്രയിൽ അത്യാവശ്യമുള്ള അതുണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ അള്ളാഹു നൽകിയ ആത്മാവിനെ എങ്ങനെ ശുദ്ധീകരിക്കണം എന്നതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഒരാള് തിരുവനന്തപുരത്തേക്ക് യാത്ര പോകും. ഒരിക്കലും അങ്ങനെ യാത്ര പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം 3 ദിവസം കഴിഞ്ഞാൽ അയാൾ മടങ്ങി വരികയാണ്. 3 ദിവസം കഴിഞ്ഞാൽ അയാൾ തിരിച്ചു പോരുകയാണ്, അയാൾ തിരിച്ചു പോരുകയാണ്. ഈ യാത്രയിൽ ശാശ്വതമായി തിരുവനന്തപുരത്ത് നിൽക്കുന്ന ഒരു വിഡ്ഢിയാകാൻ അയാൾ ഒരിക്കലും ആഗ്രഹിക്കില്ല. 3 ദിവസം കഴിഞ്ഞാൽ അയാൾ തിരിച്ചു പോരും. അയാൾ ആ തിരിച്ചു വരവ് മറന്നുപോയാലോ? ഭാര്യയെ മറന്നു പോവുക, മക്കളെ മറന്നു പോവുക, നാട്ടിലെ ജോലി മറന്നു പോവുക. എന്നിട്ട് അയാൾ അവിടെ തന്നെ നിന്നാലോ? ആ ഓഫീസിന്റെ ഭംഗി നോക്കി, അവിടെ വരുന്ന ആളുകളുടെ പ്രത്യേകത നോക്കി അയാൾ അവിടെ തന്നെ നിന്നാലോ? അയാളെ പറ്റി എന്താ പറയാ? കാര്യബോധമുള്ളവൻ ആരെങ്കിലും വിലയിരുത്തും അയാളെ കാര്യബോധമുള്ളവൻ ആരും വിലയിരുത്തില്ല. നമുക്ക് സംഭവിച്ചത് അതാണ്. അള്ളാഹു നമ്മളെ ഈ ഭൂമി ലോകത്തേക്ക് പറഞ്ഞയച്ചു. ഇവിടെ വന്നിട്ട് അള്ളാഹു പറഞ്ഞു എന്ത്? ഒരു നിശ്ചിത കാലയളവിലുള്ള ഒരു ജീവിതം, ഇത് നിങ്ങൾക്കൊരു പരീക്ഷണമാണ്. അവിടെ നിങ്ങൾ ഇന്നെന്ന കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്, ഇന്നെന്ന പ്രവൃത്തികളിൽ നിങ്ങൾ ഏർപ്പെടേണ്ടതുണ്ട്. ആ കാലയളവിൽ നിങ്ങളുടെ കൃഷിയിടമായ, നിങ്ങൾക്ക് വിത്തിറക്കാനുള്ള കൃഷിയിടമായ ഭൂമുഖം, ആ ഭൂമുഖത്തെ നിങ്ങൾ എന്ത് വേണം? ഫലപ്രദമായി ഉപയോഗിക്കണം. നോക്കൂ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാലഘട്ടത്തിൽ 20 ഭൗതിക സാമ്രാജ്യങ്ങളെയും ഏകാത്മീയ സാമ്രാജ്യത്തെയും ഭരിച്ച ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകനെ, ആ മകന്റെ ഷോൾഡറിൽ പിടിച്ചുകൊണ്ട് റസൂലുള്ള പറയാണ്, ശരിക്കും ശ്രദ്ധിക്കണം. അബ്ദുല്ലാഹ് ഇബ്നു ഉമറിന്റെ ഷോൾഡറിൽ പിടിച്ചുകൊണ്ട് റസൂൽ പറഞ്ഞു, കുൻ ഫിദ്ദുന്യാ കഅന്നക ഗരീബുൻ ഔ ആബിറുസ് സബീൽ. കുൻ ഫിദ്ദുന്യാ കഅന്നക ഗരീബുൻ ഔ ആബിറുസ് സബീൽ. ഈ ദുനിയാവിൽ അബ്ദുള്ള നീ ഒരു യാത്രക്കാരനെ പോലെയാണ്, ഒരു യാത്രക്കാരനെ പോലെ, ഒരു വഴിയാത്രക്കാരനെ പോലെ, ഒരു അപരിചിതനെ പോലെ ശാശ്വതമായി ഇവിടെ ജീവിക്കുമെന്ന് നീ വിചാരിക്കരുത്. നോക്കൂ, അബ്ദുല്ലാഹ് ഇബ്നു ഉമറിന്റെ ഷോൾഡറിൽ പിടിച്ച് റസൂലുള്ള പറയാണെന്ത്? അബ്ദുള്ള, ഈ ദുനിയാവിൽ നിന്റെ റോൾ എന്താണ്? നീ ഒരു യാത്രക്കാരനാണ്. ഈ യാത്ര കഴിഞ്ഞ് നീ മടങ്ങിപ്പോണം.
എവിടേക്കാണോ നീ ചെല്ലേണ്ടത് ആ ലക്ഷ്യസ്ഥാനത്തേക്ക് നീ തിരിച്ചെത്തണം. സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അത് മറന്നുപോയവരാണ് നമ്മൾ. കുൻ ഫിദ്ദുന്യാ കഅന്നക ഗരീബുൻ ഔ ആബിറു സബീൽ. ഈ ദുനിയാവിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ, ഒരപരിചിതനെ പോലെ 3 ദിവസം യാത്ര പോയി. മീറ്റിംഗ് പങ്കെടുക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. കാരണം അയാൾ ടിവിയുടെ മുമ്പിലായിരുന്നു. സിനിമ കാണാൻ അയാളിരുന്നു, ക്രിക്കറ്റ് കാണാൻ അയാളിരുന്നു, ലോക ഫുട്ബോളിന്റെ മുമ്പിൽ അയാളിരുന്നു. മീറ്റിംഗ് കഴിഞ്ഞുപോയി, ഉത്തരവാദിത്തപ്പെട്ട ഓഫീസർമാർ വന്നുപോയി. അതുകൊണ്ട് തന്നെ അയാൾക്ക് ജോലി നഷ്ടപ്പെട്ടു, സങ്കടപ്പെടേണ്ടി വന്നു. കാരണം അയാൾ പോയത് ഈ മീറ്റിംഗിൽ പങ്കെടുക്കാനാണ്. ആ ലക്ഷ്യം മറന്നുപോയ മടയനെ പോലെ, പൊട്ടനെ പോലെ ആയുസ് തീരുമ്പോ, ആയുസ് അവസാനിക്കുമ്പോ അല്ല നൽകിയിരുന്നു നിനക്ക് മീറ്റിംഗിലെ സമയം, നിനക്ക് എല്ലാ സാഹചര്യങ്ങളും ഒരുക്കിയിരുന്നു, അവസരങ്ങൾ ഉണ്ടായിരുന്നു. കുൻ ഫിദ്ദുന്യാ കഅന്നക ഗരീബുൻ ഔ ആബിറു സബീൽ. നീ ദുനിയാവിലൊരു വഴിയാത്രക്കാരനെ പോലെയായിരുന്നു. സമയം അവസാനിച്ചു, ഇനി നിനക്ക് മടങ്ങാം. നിന്റെ ഡ്യൂട്ടി ഇവിടെ അവസാനിക്കുന്നു, നിന്റെ ആയുസ് ഇവിടെ അവസാനിക്കുന്നു. നിനക്ക് ആയുസ് നൽകി, കേൾവി നൽകി, കാഴ്ച നൽകി, ചിന്താശേഷി നൽകി. ഖുൽ ഹുവല്ലദീ അൻശഅകും വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദത ഖലീലൻ മാ തഷ്കുറൂൻ. നിനക്ക് കേൾവി നൽകിയിരുന്നു, കാഴ്ച നൽകിയിരുന്നു, ചിന്താശേഷി നൽകിയിരുന്നു. ഖലീലൻ മാ തഷ്കുറൂൻ. പക്ഷേ നീ വളരെ കുറച്ചു മാത്രമാണ് നന്ദി കാണിച്ചത്. മറന്നുപോയി, ചിന്തിച്ചില്ല, ആലോചിച്ചില്ല, എന്തായിരുന്നു ജീവിതം എന്ന് ചിന്തിച്ചില്ല. ആ ഹദീസ് അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: ഒരു പ്രഭാതമായാൽ ഒരു പ്രദോഷത്തെ നിങ്ങൾ പ്രതീക്ഷിക്കരുത്, ഒരു പ്രദോഷമായാൽ ഒരു പ്രഭാതത്തെയും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഇല്ല, നാളെ രാത്രി എന്നൊരു രാത്രി എന്റെ ലൈഫിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇന്ന് കഴിഞ്ഞാൽ ഇന്ന് കഴിഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരിക്കാൻ കിടക്കുകയാണ്. ഓർക്കണം സഹോദരിമാരെ, ഓർക്കണം സഹോദരന്മാരെ, ഓർക്കണം. ഏതൊരു പഠന ക്യാമ്പും വ്യക്തിപരമായും സമൂഹത്തിനും ഉപകാരമുള്ളതായി തീരണം. ഓർക്കണം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അടുത്തു വിളിച്ചു. എന്നിട്ട് പറയാൻ, കേട്ടോളൂ ആ വാചകം: ഉമറെ, മനുഷ്യൻ എന്ന നിലയിൽ നമുക്കൊരുപാട് കടപ്പാടുകളുണ്ട്. ഖുർആൻ വായിച്ചിട്ടില്ലേ ഉമറെ നീ? ഉമറെ, വിശുദ്ധ ഖുർആനിൽ ഒരു ഭാഗത്ത് സ്വർഗത്തെ കുറിച്ച് പറയും, എന്നിട്ട് സ്വർഗസ്ഥരായ ആളുകളുടെ ഗുണങ്ങൾ പറയും. മറുഭാഗത്ത് നരകം പറയും. നരകത്തിൽ എത്തിപ്പെടാനുള്ള സാധ്യതകൾ വിശദീകരിക്കും, ആ തിന്മകൾ വിശദീകരിക്കും. ഉമറെ, ഖുർആൻ നിരന്തരമായി പാരായണത്തിന് വിധേയമാക്കണം ഉമറെ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കണ്ടടങ്ങളിൽ നിന്ന് കണ്ണുനീര് ചാലിട്ടൊഴുകി. വീണ്ടും അബൂബക്കർ പറഞ്ഞു, ഉമറെ, പകല് ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട് ഉമറെ, അത് രാത്രിയിലേക്ക് മാറ്റിവെക്കരുത് ഉമറെ. രാത്രിയിൽ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട് ഉമറെ, അത് പകലിലേക്ക് മാറ്റിവെക്കരുത്. എന്റെ പ്രിയപ്പെട്ടവരെ, രാത്രി മാറ്റിവെച്ചവരാണ് നമ്മൾ പലരും, നമസ്കാരം മാറ്റിവെച്ചവരാണ് നമ്മൾ പലരും, നോമ്പ് മാറ്റിവെച്ചവരാണ് നമ്മൾ പലരും, ഖുതുബ പോലും മാറ്റിവെച്ച ആളുകൾ ഖത്തീബുമാരുടെ കൂട്ടത്തിലുണ്ട്. എന്തിന്റെ പേരിൽ? പാകിസ്ഥാനും ഇന്ത്യയും ക്രിക്കറ്റ് നടക്കുന്നു എന്നറിഞ്ഞ ദിവസം ഖുതുബ വരെ മാറ്റിവെച്ച ഖത്തീബുമാർ മുസ്ലിം സമുദായത്തിനിടയിൽ ഉണ്ടായിട്ടുണ്ട്. ആലോചിക്കണം, ചിന്തിക്കണം. ജീവിതത്തിൽ അവസരമോർത്ത് നമ്മൾ കരയും, നഷ്ടപ്പെട്ടു പോയ യൗവനത്തെ കുറിച്ച് ഓർത്ത് നമ്മൾ കരയും, നഷ്ടപ്പെട്ട സമയത്തെ കുറിച്ച് നമ്മൾ കരയും. ഓർത്തെടുക്കാൻ കോടികൾ കൊടുത്താൽ തിരിച്ചു കിട്ടാത്ത മനുഷ്യന്റെ സൗഭാഗ്യമായ അമൂല്യമായ സമയം ടിവിയുടെ മുമ്പിൽ ഇരുന്ന് തൊലച്ചു കളഞ്ഞത്. രാത്രി 12 മണിക്ക് തുടങ്ങി 1:30-2 മണി വരെ ഉറക്കൊഴിഞ്ഞ് പള്ളി മിനാരങ്ങളിൽ നിന്ന് ബാങ്ക് കൊടുക്കുമ്പോ നമസ്കാരത്തിന് പങ്കെടുക്കാൻ കഴിയാതെ ഉറങ്ങിപ്പോയ, സ്വപ്നം കണ്ടവർ, അതേ ലോക ഫുട്ബോൾ താരങ്ങളുടെ കാലുകളിൽ കിടന്ന് പന്തുകൾ അമ്മാനമാടിയ, വലകൾ കുലുങ്ങിയ രംഗം സ്വപ്നം കണ്ട് കിടന്നുറങ്ങിയപ്പോ മരണത്തിന് ശേഷമുള്ളൊരു ജീവിതത്തിൽ വരാനിരിക്കുന്ന കണക്കെടുപ്പുകൾ ഒരു നായിക പിന്തിച്ചിടാത്ത മരണം വന്നു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് നിങ്ങൾക്ക് പിന്തിച്ചു തരില്ല. അങ്ങനെയാ മരണം. സമ്മതം ചോദിച്ചല്ല, അനുവാദം ചോദിച്ചല്ല, കളി കഴിയട്ടെ എന്ന് വിചാരിച്ചല്ല. അല്ല, അള്ളാഹുവിന്റെ സന്ദർഭം എത്തിയാൽ ഒരു നായിക പിന്നെ പിന്തിച്ചിടുകയില്ല. എന്ത് കണ്ടു നമ്മൾ, എന്ത് കരുതി നമ്മൾ? പശ്ചാത്തപിക്കാൻ, മടങ്ങാൻ, ജീവിതത്തിലേക്ക് തിരിച്ചു പോകാൻ, ഓർത്തെടുക്കാൻ, നഷ്ടപ്പെട്ടു പോയ കാലങ്ങളെ കുറിച്ച് ദുഃഖിച്ച് വരാനിരിക്കുന്ന ഒരു നല്ല കാലം ഏറ്റവും ധന്യമായി അമല് ചെയ്യാൻ നമുക്ക് സാധിക്കുമോ? 66-ാമത്തെ വയസ്സിലാണ് സൗദാ ബീവി ഇസ്ലാം സ്വീകരിക്കുന്നത്. 66-ാമത്തെ വയസ്സിൽ. സഹോദരിമാരെ,
സഹോദരിമാരെ, 40-ാമത്തെ വയസ്സിലാണ് റസൂലുള്ളാഹിക്ക് നുബുവത്ത് കിട്ടുന്നത്. പിന്നെയുള്ള 23 കൊല്ലമാണ് സ്വർഗത്തിലേക്കുള്ള യാത്രയുടെ കാലയളവ്. അതെ, ആ കാലയളവിലാണ് അബൂബക്കർ സിദ്ദീഖും ഉമർ ഇബ്നുൽ ഖത്താബും ഒക്കെ ഇസ്ലാം സ്വീകരിച്ചത്. 40 കൊല്ലം ജാഹിലിയ്യത്തിന്റെ കാലഘട്ടമായിരുന്നു. പിന്നെ വരുന്ന 23 കൊല്ലം, അതെ, അറിയണം, ആ കാലയളവ് ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി, അറിഞ്ഞത് മുതൽ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി. ജീവിതത്തിലെ ഏറ്റവും വലിയ വിജ്ഞാനം അത് സ്വീകരിച്ചവരാണ് നമ്മൾ. ലോകത്തിലെ ഏറ്റവും വലിയ ബാധ്യത നിർവഹിച്ചവരാണ് നമ്മൾ. ലോകത്തിലെ പ്രവാചകന്റെ സുന്നത്തുകൾ മറ്റാരേക്കാളും വേർതിരിച്ചു മനസ്സിലാക്കിയവരാണ് നമ്മൾ. ലൗഫില്ലാത്ത, ദുർബലതയില്ലാത്ത, സഹീഹായ പരമ്പരയോടെ ഉള്ള ഹദീസുകൾ ഉദ്ധരിക്കപ്പെട്ട പണ്ഡിതന്മാരുടെ പ്രസംഗം കേൾക്കാൻ അവസരമുണ്ടായവരാണ് നമ്മൾ. ഖുർആൻ ദുർവ്യാഖ്യാനിക്കാത്ത പണ്ഡിതന്മാരുടെ ക്ലാസുകൾ കേട്ടവരാണ് നമ്മൾ. ജാഹിലിയത്തിലേക്ക് ക്ഷണിക്കാത്ത തൗഹീദിലധിഷ്ഠിതമായ പ്രസംഗം കേട്ടവരാണ് നമ്മൾ. എന്നിട്ടും എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, എവിടെയോ ഒരു പോരായ്മ മുസ്ലിം സമുദായത്തിനുണ്ട്. അല്ലേ? അത്ഭുതം എന്ന് ഞാൻ പറഞ്ഞോട്ടെ നിങ്ങളോട്, ആശ്ചര്യമെന്ന് ഞാൻ പറഞ്ഞോട്ടെ. ഇസ്ലാമിക സമൂഹം പണ്ഡിതന്മാരെ സ്നേഹിച്ചു, സ്വീകരിച്ചു, ആദരിച്ചു, ബഹുമാനിച്ചു, കൂടെ നടന്നു. അല്ലേ? നിങ്ങൾ ആലോചിച്ചു നോക്കി, കേരളത്തിലെ ഗർജിക്കുന്ന പ്രഭാഷകന വൈഭവമുള്ള ഒരു നേതാവിന്റെ 2 അനുയായികൾ ശരീരം മുഴുവൻ മണ്ണെണ്ണ ഒഴിക്കുന്നു. ചിന്തിക്കണം, ശരീരം മുഴുവനും മണ്ണെണ്ണ ഒഴിക്കുന്നു. എന്തിനു വേണ്ടി? നേതാവിന് വേണ്ടി ആത്മഹത്യ ചെയ്യാൻ. ഒരുതരം ഭ്രാന്താണത്. ഇസ്ലാമല്ല. ഇസ്ലാമിലെ ഏത് കുട്ടിക്കാണ് ആത്മഹത്യ പാപമാണെന്നറിയാത്തത്? പക്ഷെ ഈ നേതാവിന്റെ അനുയായികൾക്ക് ആത്മഹത്യ പാപമാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഇസ്ലാമല്ല കൊടുത്തത്. വർഷങ്ങളായി പ്രസംഗത്തിലൂടെ കേട്ടിട്ട് ആത്മഹത്യ ഹറാമാണെന്നും ഖാലിദൻ മുഖല്ലദൻ ഫീഹി അബദാ, നിത്യവാസിയായിരിക്കും അവൻ നരകത്തിലെന്നും തിരിച്ചറിയാതെ പോയവർ നേതാവിന് വേണ്ടി ആത്മഹത്യ ചെയ്യാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ആത്മഹത്യ ഹറാമാണ്. ആത്മഹത്യ ചെയ്തവന്റെ മയ്യത്ത് റസൂലുള്ള നിസ്കരിച്ചിട്ടില്ല. ആത്മഹത്യ പാപമാണെന്ന് പോലും പഠിക്കാൻ ഇസ്ലാമിക പണ്ഡിതന്മാരാൽ നയിക്കപ്പെട്ടിട്ട് പോലും ഈ സൊസൈറ്റിക്ക് സാധിച്ചിട്ടില്ല. താൻ എന്തു ചെയ്യുന്നു? ഇതൊക്കെ എന്താണ്? തമിഴ്നാട്ടുകാരുടെ MGR മരിച്ചപ്പോ കുറെ ആൾ ആത്മഹത്യ ചെയ്തിരുന്നു. ഇതെന്താ, തമിഴ്നാട്ടുകാരാണോ ഇവിടുത്തെ ആളുകൾ? ആലോചിച്ച് നോക്കണം. ഞാനിത് പറയുന്നത് എന്താ ജീവിതം? ആർക്കു വേണ്ടിയാ ജീവിതം? ആത്മഹത്യ ചെയ്യ, ഹറാമ് ചെയ്യ, എന്നിട്ട് പടച്ചോന്റെ കോടതി ചെല്ല. നീ ആർക്ക് വേണ്ടി മരിച്ചു? ഒരു മഹാപണ്ഡിതന് വേണ്ടി. എങ്ങനെ മരിച്ചു? മണ്ണെണ്ണ ഒഴിച്ച് തീക്കൊളുത്തി മരിച്ചു. അല്ലാഹ് സ്വീകരിക്കോ? ഖാലിദൻ മുഖല്ലദൻ ഫീഹി അബദാ വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, കുറ്റവാളികളെ മാറി നിൽക്കിൻ, ഖുദൂഹു ഫഹുല്ലൂഹു സുമ്മൽ ജഹീമ സല്ലു, പിടിക്കണോ അവനെ, പിടിച്ചിട്ട് നരകത്തിലേക്ക് എറി എന്ന് അല്ലാഹ് പറയും. അപ്പൊ ജീവിതത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. എന്തിനാ ജീവിക്കുന്നത്? അല്ലാഹ്ക്ക് വേണ്ടിയാ. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ മാ ഉരീദു മിൻഹും മിർ റിസ്കിൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ. ഇതാണ് ജീവിതം. എന്തിനാ അല്ലാഹ് മനുഷ്യനെ സൃഷ്ടിച്ചത്? വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ജിന്ന് വർഗത്തെയും മനുഷ്യവർഗത്തെയും നാം സൃഷ്ടിച്ചിട്ടില്ല ഇല്ലാ ലിയഅ്ബുദൂൻ, എന്നെ ആരാധിക്കാനല്ലാതെ. അപ്പൊ മരിക്കുന്നത് വരെ മരണം ഉറപ്പാകുന്നവരെ റബ്ബിനെ ആരാധിച്ച് ജീവിക്കാനാ പറഞ്ഞത്. പതറിപ്പോകാൻ പാടില്ല. പരീക്ഷണങ്ങൾ ഉണ്ടാകും, പ്രയാസങ്ങൾ ഉണ്ടാകും. ജീവിതത്തിൽ പതറിപ്പോകാൻ പാടില്ല. നേർരേഖയിലൂടെ ജീവിതത്തെ കൊണ്ടുപോകുമ്പോ ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടാവും. വലനബലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ് والجوع ونقص من الاموال والانفس والثمرات وبشر الصابرين الذين اذا اصابتهم مصيبه قالوا انا لله وانا اليه راجعون. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലെ 2-ാം അധ്യായം 155, 156, 157 വചനങ്ങളിൽ പറയുന്ന പരീക്ഷണം, ഭയപ്പാട് കൊണ്ടുള്ള പരീക്ഷണം, ജീവിതത്തെ പോസിറ്റീവായിട്ട് കാണാൻ ആർത്തിരമ്പുന്ന തിരമാലകൾ കണ്ട് മടങ്ങിപ്പോരുന്ന ഒരു മുക്കുവന്റെ പ്രതീതിയല്ല. ആർത്തിരമ്പുന്ന തിരമാലകളെ കടന്ന് വഞ്ചി ഓടിച്ച് ആഴക്കടലിൽ പോയി കൊമ്പൻ സാവിനെ പിടിച്ച് തിരിച്ചു പോരുന്ന മുക്കുവന്റെ പ്രതീതിയാണ് ഒരു മുക്മിനായ മനുഷ്യന്റെ പ്രതീതി. അല്ലാതെ പരീക്ഷണ ഘട്ടങ്ങളിൽ താളം തെറ്റി അങ്ങ് മാറി നിന്ന് അങ്ങ് കളത്തിൽ നിന്ന് അങ്ങ് ഔട്ടായി പോയി അങ്ങനെ ജീവിതത്തിന്റെ പുറമ്പോക്കിലേക്ക് പോയി ഇനി ഇങ്ങനെയൊക്കെ മതി എന്ന് പറയുന്നവനല്ല മുഅ്മിൻ. ജീവിതത്തിന്റെ അബദ്ധസഞ്ചാരങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഇനി ഒരിക്കലും ആപതിക്കില്ല ഞാൻ ജീർണതകളിൽ എന്ന് പ്രഖ്യാപിച്ച് തിരിച്ച് സിറാത്തുൽ മുസ്തഖീമിലൂടെ കയറി. ഇല്ല, റിട്ടേൺ ചെയ്താൽ മതി. വാഹനം കുറെ മുന്നോട്ട് പോയി തിന്മകളിൽ സിറാത്തുൽ മുസ്തഖീം കടന്ന് അവിടുന്ന് വലത്തോട്ടും ഇടത്തോട്ടുമുള്ള ഊടുവഴികൾ കയറി പിന്നെ തിന്മയുടെ എക്സ്പ്രസ് ഹൈവേകളിൽ കയറി ഇനി തിരിച്ചു വരാൻ പെട്രോൾ ഇല്ലാത്ത വിധം വാഹനം മരുഭൂമിയുടെ എവിടെയോ കുടുങ്ങിപ്പോയവൻ തിരിച്ചു നടന്നു കയറണം.
നടന്ന് ക്ഷീണിച്ച് വന്ന് തെറ്റിപ്പോയ റൂട്ടിൽ കയറി ഇനി ദീർഘമായി ഒരു കാലയളവില്ലെന്ന ബോധത്തോടെ സിറാത്തുൽ മുസ്തഖീമിൽ കയറി കിതപ്പുമായി അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് വരെ അവിടെ അങ്ങോട്ടുള്ള യാത്രയിൽ ഇനി തെറ്റില്ല എന്റെ റൂട്ട് എന്ന് പ്രഖ്യാപിക്കാനാണ് ജീവിത വിശുദ്ധിയെക്കുറിച്ചും ജീവിത ലക്ഷ്യത്തെക്കുറിച്ചും ജീവിതത്തിന്റെ പ്രയോഗവൽക്കരണത്തെക്കുറിച്ചും നാം ആലോചിക്കുമ്പോ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങൾക്ക് മരണവും ജീവിതവും സൃഷ്ടിച്ചത് അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്ന് പരീക്ഷിക്കാനാണ്. അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്, ലോകത്ത് ഏറ്റവും കൂടുതൽ പിഴച്ചു പോകുന്നത് ഇന്ന് മുസ്ലിങ്ങളാണ്. ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, ഞാൻ ഇന്നലെ മെനയാണ് നമ്മുടെ സഹപ്രവർത്തകരൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചപ്പോൾ ഒരാൾ വളരെ ഗൗരവമായി വളരെ വാചാലമായി ഓരോ കാര്യങ്ങൾ ഇങ്ങനെ എന്നോട് പറയാണ്. ഒന്ന് ജൂതന്മാരുടെ ക്രൈസ്തവരുടെ ആശയങ്ങള് ആദർശങ്ങള് നമ്മുടെ മുസ്ലിങ്ങൾ കടമെടുക്കുന്നു, എല്ലാ കാര്യത്തിലും നമ്മൾ അവരെ അനുകരിക്കുന്നു, എല്ലാ കാര്യത്തിലും നമ്മൾ തിന്മയിലേക്ക് പോകുന്നു, എല്ലാ കാര്യത്തിലും ജൂതലോപികൾ നമ്മളെ നശിപ്പിക്കുന്നു, നമ്മൾ അവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും കടമെടുക്കുന്നു. അങ്ങനെയായി മാറി നമ്മൾ അങ്ങനെ പോകുന്നു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, റസൂലുള്ളാഹിന്റെ ഒരു പ്രവചനമുണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രഖ്യാപനമുണ്ട്. നബി വഹി അനുസരിച്ചല്ലാതെ സംസാരിക്കില്ല. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത് എന്താ? മുസ്ലിം ഉമ്മത്തിനെ കുറിച്ച് അള്ളാഹു പറയുന്ന ഒരു കാര്യം, അത് ശരിക്കും ഒന്ന് പഠിക്കണം കേട്ടോ. മുസ്ലിം ഉമ്മത്തിനെ കുറിച്ച് അള്ളാഹു ശിബറംബി ശിബറിം വദിറാഅംബി ദിറാഇൻ, ചാണിന് ചാണായി മുഴത്തിന് മുഴമായി നിങ്ങൾ ജൂത ക്രിസ്ത്യാനികളെ പിൻപറ്റും. എങ്ങനെ? ചാണിന് ചാണായി മുഴത്തിന് മുഴമായി നിങ്ങൾ ജൂത ക്രിസ്ത്യാനികളെ പിൻപറ്റും. അവരൊരു ഉടുമ്പിന്റെ മാളത്തിൽ പ്രവേശിച്ചാൽ പോലും നിങ്ങൾ എന്ത് ചെയ്യും? അനുകരണം കൊണ്ട് നിങ്ങൾ ആ ഉടുമ്പിന്റെ മാളത്തിൽ പ്രവേശിക്കും. അള്ളാന്റെ റസൂൽ എന്തുകൊണ്ട് പറഞ്ഞില്ല ജൂതനും ക്രിസ്ത്യാനും നിങ്ങൾ അനുകരിക്കുന്നു, നിങ്ങൾ അവരെ അനുകരിക്കുന്നല്ലാതെ അവർ നിങ്ങൾ അനുകരിക്കുന്ന ഒരു കാലം ഉണ്ടാവില്ല. ഒരു ക്രിസ്ത്യാനി മുസ്ലിം ആകില്ല എന്നോ ഒരു ജൂതൻ മുസ്ലിം ആകില്ല എന്നല്ല കേട്ടോ. സംസ്കാരത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ജൂത സംസ്കാരത്തിലേക്ക് നിങ്ങൾ പോകും, ക്രിസ്തീയ സംസ്കാരത്തിലേക്ക് നിങ്ങൾ പോകും. അല്ലാതെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും ഇവിടുത്തെ മുസ്ലിം ചെറുപ്പക്കാരോട് നിങ്ങൾ ചോദിച്ചു നോക്കും, മോനെ എന്തിനാ നീ പാൻസിന്റെ അടിയിലേക്ക് നിന്റെ ഷൂവിന്റെ അടിയിലേക്ക് നിന്റെ പാൻസ് ആക്കി? എന്തിനാ? അവൻ ആരെ കണ്ടിട്ടാ? ഒരു മുസ്ലിമിനെ കണ്ടിട്ടാണോ? ആലോചിക്കണം. ഏതെങ്കിലും ഇപ്പൊ നരിയാണിയുടെ മേലെ ഡ്രസ്സ് കൊടുത്ത നമ്മളിൽ പെട്ട ഒരാളെ കണ്ടിട്ട് ഇവിടുത്തെ ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനി നരിയാണിന്റെ മേലേക്ക് തുണി കൊടുക്കുമോ? ഒരൊറ്റ ക്രിസ്ത്യാനി. നേരെ മറിച്ച് ക്രിസ്ത്യാനിയുടെ തുണി നരിയാന്റെ നായെ കണ്ടുകൊണ്ട് 1000 മുസ്ലിങ്ങളുടെ ചെറുപ്പക്കാരെന്ത് ചെയ്യും? അതനുകരിക്കും. അല്ലേ? ഇട്ട മോഹൻലാലിന്റെ തുണി നോക്കി, ഉടുത്ത മമ്മൂട്ടിയുടെ പാന്റ് നോക്കി അനുകരിക്കും. നബി ഉടുത്തതോ? ഏതെങ്കിലും ഒരു മക്കളോട് നിങ്ങൾ ചോദിക്കും, മോനെ ഇത് ഈ ഹെയർ സ്റ്റൈൽ ഏതാ? അപ്പൊ അവൻ പറഞ്ഞൊരു സിനിമാ നടന്റെ പേര്, അല്ലെങ്കിൽ ഇപ്പൊ കളിക്കുന്ന ഏതെങ്കിലും ഒരു ഫുട്ബോൾ താരത്തിന്റെ പേര് അവൻ പറഞ്ഞു. മുഹമ്മദ് നബിയുടെ ഹെയർ സ്റ്റൈൽ എവിടെ? സഹാബികളുടെ ഹെയർ സ്റ്റൈൽ എവിടെ? സഹാബികളുടെ ജീവിത സ്റ്റൈൽ എവിടെ? എന്താ നരിയാണിയുടേതായ തുണി പോകാത്തത്? എന്താ നിങ്ങളത് എന്നൊരാൾ ചോദിച്ചു. ഒരു പോലീസുകാരൻ ചോദിച്ചു നമ്മുടെ ഒരു പ്രവർത്തകനോട്, എന്താ? അപ്പൊ ഉടനെ പോലീസുകാരനോട് ചോദിച്ചു, നിങ്ങളുടെ ഡ്രസ്സ് നരിയാണിന്റെ താഴെ പോയിട്ടില്ലല്ലോ, ഷൂവിന്റെ മേലെ നിൽക്കുകയാണല്ലോ. പോലീസുകാരത് അങ്ങനെയാ. പോലീസുകാരെ പാന്റ് ഒന്നും ഷൂവിന്റെ ഉള്ളിലേക്ക് വരില്ല. കണ്ടിട്ടുണ്ടോ? അതൊരു നിയമമാണ്, പോലീസ് നിയമമാണ്, പോലീസിന്റെ റൂളാണത്. അവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ പാടില്ല എന്ന്. അതാ ഒരു നിയമം. അല്ലേ? നിങ്ങൾ എന്താ സർ ചെയ്തത്? അത് ആ റൂൾ അങ്ങനെയാണ്. അവൻ ആ പ്രബോധകൻ പറഞ്ഞു, എന്ത്? ഞങ്ങളെ റൂളും ഇങ്ങനെയാണ്, നരിയാണിന്റെ താഴെ ഡ്രസ്സ് പോകാൻ പാടില്ല. എന്തിനാ താടി കിട്ടിയത്? താടി കിട്ടാൻ പാടില്ല. നിങ്ങൾ എന്താ താടി കിട്ടാത്തത്? പോലീസ് നിയമം അനുസരിച്ച് താടി പാടില്ല, ഇസ്ലാം നിയമം അനുസരിച്ച് താടി പാടുണ്ട്. അപ്പൊ പോലീസ് നിയമം നിങ്ങൾക്ക് അനുസരിക്കാം, ഇസ്ലാമിന്റെ നിയമം ഞങ്ങൾക്കും അനുസരിക്കാം. ഇനി എന്തെങ്കിലും ചോദിക്കാണ്ടോ? ഇല്ല എന്നും പറഞ്ഞു. ഇസ്ലാം ഒരു ഭാഗത്ത്, അനിസ്ലാമികത ഒരു ഭാഗത്ത്. അല്ലേ? എപ്പോഴെങ്കിലും നമ്മുടെ മുസ്ലിം ചെറുപ്പക്കാർ നല്ല ഇസ്ലാമിന്റെ സുന്നത്ത് അനുസരിച്ചിട്ടുണ്ടോ? ഇല്ല. മറ്റു പലരെയും അനുകരിച്ചു, മറ്റു പലരുടെ ഹെയർ സ്റ്റൈൽ എടുത്തു, മീശ ചെയ്തു, താടി വെച്ചു. അല്ലേ? ആരുടെയൊക്കെ അനുകരിച്ചു. മൂട്ടിൽ 3 താടി ചെറുപ്പക്കാർക്ക്. നമ്മൾ വിചാരിച്ച് നബീന്റെ സുന്നത്തെടുത്താൻ അല്ല. ലോകത്തിലൊരു ഫുട്ബോൾ താരത്തിന് 3 ഉണ്ട്, അത്രേ, ഇത്ര നീളത്തിൽ. ആ ഇഞ്ച് വരെ അളന്നിരിക്കുന്നു നമ്മുടെ കുട്ടികൾ. അതിന്റെ വലുപ്പം, അതെങ്ങനെയാ അതിന്റെ സ്റ്റൈല്, അങ്ങനെ മീശ എങ്ങനെ, അങ്ങനെ. ഇതാണ്. അല്ലാതെ ഈ മുസ്ലിം സമുദായത്തെ കണ്ട് വേറൊരു വിഭാഗം നല്ല ചര്യകൾ സ്വീകരിക്കുന്ന സ്വഭാവം ഇല്ല. അവരെങ്ങനെയൊക്കെ പിഴക്കുന്നുവോ ആ പിഴവ് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫുട്ബോൾ ജ്വരായിരിക്ക മുസ്ലിങ്ങൾക്കാണ്. ഏറ്റവും കൂടുതൽ ഫ്ലക്സുകൾ വെച്ചതാരാ? മുസ്ലിങ്ങളാണ്. അല്ലേ? മലപ്പുറം ജില്ലയിൽ 3000 ആളുകൾ ഇരിക്കുന്ന പന്തലാണുള്ളത്. 3000, 2000, 1500, 300, 400, 500 പേര് ഇതുപോലെ
പന്തലിട്ടിട്ട്, ഫുട്ബോള് അവസാനിക്കുന്നവരെ പന്തലിട്ടിട്ട് ആ പന്തലിന്റെ കീഴിൽ 6 താരവങ്ങൾ മുഴക്കി ലോകത്തതോ സംസ്കാരങ്ങൾ നൽകുന്നു എന്ന നിലയിൽ അവരുടെ പന്ത് കളി കണ്ട് നേരം പുലർത്തുന്ന നമ്മുടെ മക്കളെ കുറിച്ച് ഓർത്തിട്ടുണ്ടോ? അവർ വെച്ച ഫ്ലെക്സുകൾ, അവരവരെ കുറിച്ച് എഴുതിയ വാചകങ്ങൾ, ആധുനിക ലോകത്ത് ഇസ്ലാമിനെ ഏറെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു ലോകത്ത് അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് കൃത്യമായ ഒരു ആയത്തോ ഒരു ഹദീസോ എഴുതി ഇസ്ലാമിന് നേരെയുള്ള വെല്ലുവിളികൾക്കെതിരെ ഒരു ഫ്ലെക്സ് വെക്കാൻ, ഒരു പോസ്റ്റർ ഒട്ടിക്കാൻ ഈ യുവാക്കളെ നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആലോചിച്ചു നോക്ക്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും പട്ടിണി മാറ്റാൻ ഈ കുറ്റിച്ചിറയിൽ വെച്ച ഫ്ലെക്സുകൾ മാത്രം മതിയാവുമെന്ന് തോന്നുന്നു, അല്ലേ? 35 ടീമിന്റെ 45 ടീമിന്റെ ഫ്ലെക്സ് വെച്ചിട്ടില്ലേ കുറ്റിച്ചിറയിൽ മാപ്പിളാരല്ലാതെ ആരാണ് ചങ്ങായിമാരെ ഇവിടെ ഉള്ളത്? ആരാ ഉള്ളത്? ഈ മുസ്ലിം കാക്കാരല്ലാതെ, വിവരല്ലാത്ത ഈ വർഗമല്ലാതെ വേറെ ആരാ ഇവിടെ ഉള്ളത്? ഇവർക്ക് വിവരല്ലാതെ പോയത് എന്താ? ഇവരെ നയിക്കുന്ന നേതൃത്വത്തിന് വിവരമില്ലായിട്ടാ. നിങ്ങൾ മനസ്സിലാക്കണം. ആ പണം ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിന്റെ വരാന്തകളിൽ, സർക്കാർ ഹോസ്പിറ്റലിന്റെ വരാന്തകളിൽ പനി പിടിച്ച് ശരീരം മുഴുവനും വേദനിച്ച് ഒരു ബെഡ് പോലും കിട്ടാതെ വരാന്തയിൽ കിടക്കുന്ന ആദമിന്റെ മക്കൾക്ക് കൊണ്ടുപോയി ഒരു ചെമ്പ് കഞ്ഞി കാച്ചി 2 ഗ്ലാസ്സിൽ അവർക്ക് കഞ്ഞി കൊടുത്തിരുന്നെങ്കിൽ അതിന്റെ പുണ്യം കിട്ടിയായിരുന്നു. മഴ കൊണ്ട് ഒരുകി ഒലിച്ചു പോകുന്ന ഫ്ലക്സുകൾക്ക് മുമ്പിൽ ആരാധനാഭാവത്തോടെ കൈകൂപ്പി നിൽക്കുന്ന മുസൽമാനെ കാണുമ്പോ ഓർക്കണം, എന്തേ വാത്തിദിൽ ഖുർബാ ഹഖ്ഖഹു വൽ മിസ്കീൻ വബിനുസ് സബീൽ വലാ തുബദ്ദിറു തബ്ദീറാ ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാനശ് ശയാതീൻ. ഓർക്കണം, അവനവന്റെ സമ്പത്ത്, അവനവന്റെ സ്വത്ത്, വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫു വലം യഖ്തുറു വകാന ബൈന ദാലിക ഖവാമാ. സമ്പത്ത് ദൂർത്തടിക്കുക. അല്ലാഹു പറയാൻ, ഒരു മുഅ്മിനായ മനുഷ്യൻ സമ്പത്ത് ചെലവഴിക്കുകയാണെങ്കിൽ ദൂർത്തടിക്കില്ല, പിശിക്കുകയില്ല. എല്ലാ ഫ്ലെക്സുകളും ദൂർത്താണ്, ഇസ്ലാമിലില്ലാത്തതാണ്. ഒരു കളി കാണുന്ന പോലെയല്ല കളിക്കാരന്റെ ഡ്രസ്സ് ധരിക്കുന്നത്, ഒരു കളി കാണുന്ന പോലെയല്ല. വെള്ളിയാഴ്ച ഖുതുബ പോലും ഒഴിവാക്കിക്കൊണ്ട് ഏത് ടീമിന്റെ ഏത് നേതാവിന്റെ ജയാപജയങ്ങൾ പ്രവചിക്കുകയും വെറ്റുവെക്കുകയും തലമുണ്ടനം ചെയ്യുകയും ജീവിതത്തിൽ ഉംറയ്ക്ക് പോയി തലമുണ്ടനം ചെയ്യേണ്ടി വരുമെന്ന് വിചാരിച്ച് ഉംറയ്ക്ക് പോകാത്ത സുജായികൾ മുസ്ലിങ്ങൾക്കിടയിലുണ്ട്. അതേ ആളുകൾ തന്റെ ടീം തോറ്റാൽ താൻ തലമുണ്ടനം ചെയ്യുമെന്ന് പറഞ്ഞ് അത് പ്രാവർത്തികമാക്കി ജീവിക്കുന്നവരെ നിങ്ങളുടെ അനുകരണം ഏത് ഇസ്ലാമിന്റെ പേരിലാണ്? സ്വന്തം മാതാവിനേക്കാൾ, പിതാവിനേക്കാൾ, കുടുംബത്തെക്കാൾ, മക്കളെക്കാൾ, ഭാര്യമാരെക്കാൾ നഷ്ടം സംഭവിക്കുമെന്ന് വിചാരിക്കുന്ന കച്ചവടത്തെക്കാൾ, കണ്ണിന് ആനന്ദം നൽകുന്ന ഭവനത്തെക്കാൾ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലി വജിഹാദിൻ ഫീ സബീലി ഫതറബ്ബസൂ ഹത്താ യഅതി അല്ലാഹു ബിഅംരി ഫതറബ്ബസൂ ഹത്താ യഅതി അല്ലാഹു ബിഅംരി. എന്താ പറഞ്ഞത്? അതിനേക്കാളെല്ലാം അല്ലാഹനെ ഇഷ്ടപ്പെടുക. പടച്ച തമ്പുരാന്റെ ഏകത്വം സ്ഥാപിക്കാൻ എത്ര ഫ്ലക്സ് വെച്ചിട്ടുണ്ട് യുവാക്കളെ കുറ്റിച്ചിറയിൽ? എത്ര ഫ്ലക്സ് വെച്ചിട്ടുണ്ട്? അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് എഴുതി രേഖപ്പെടുത്തിയ എത്ര പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ? ഉണ്ടോ? 6 ആളുടെ ഉയരത്തിൽ എത്ര നീളമുള്ള വലിയ ബിൽഡിങ്ങുകൾ, അതായത് ഒരു ബിൽഡിങ്ങിന്റെ ഫ്രണ്ട് മുഴുവനും കവർ ചെയ്തു നിൽക്കുന്ന വിശാലമായ 30 മീറ്ററോളം വലിപ്പമുള്ള അർജന്റീനയുടെ പോസ്റ്ററുകൾ നമുക്ക് കാണാൻ സാധിച്ചു കേരളത്തിൽ. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് ഒറ്റ മുസ്ലിമിന്റെ പണവും അവൻ ഈ ദൂർത്തടിച്ചിട്ടില്ല. ഇല്ല. മുസ്ലിം ഭൂരിപക്ഷം എവിടെയുണ്ടോ അവിടെയാണ് ഫുട്ബോളിന്റെ ഏറ്റവും വലിയ ഭ്രാന്തമൂത്ത് എത്രത്തോളം എത്തിയെന്നറിയാം നിങ്ങൾക്ക്? അത്ഭുതമാണ്. കോട്ടക്കലിൽ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ അയാളുടെ ഓട്ടോറിക്ഷക്ക് അർജന്റീനന്റെ പെയിന്റ് അടിച്ച്, അർജന്റീനന്റെ പെയിന്റ് ഓട്ടോറിക്ഷക്ക്. എന്നിട്ടോ ലോകകപ്പ് ആരംഭിച്ച ദിവസം മുതൽ ലോകകപ്പ് അവസാനിക്കുന്നവരെ ഫ്രീ സർവീസാണ്. ഓട്ടോറിക്ഷ കയറി ആർക്കും പൈസ വേണ്ട. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താ കണ്ടീഷൻ എന്നറിയോ? അർജന്റീനയെ കുറിച്ചല്ലാതെ ഒരു വാക്കും ഓട്ടോറിക്ഷയിൽ നിന്ന് മിണ്ടാൻ പാടില്ല. ഞാൻ വിചാരിക്കണേ ഇവനെ ഊളംപാറയെ കൊണ്ടുപോയണ്ടല്ലോ, ഊളംപാറയിലെ ഏറ്റവും വലിയ മാനസിക രോഗികൾ ഓടി രക്ഷപ്പെടും. കാരണം അവർ ഞങ്ങളെ പ്രാന്തിനൊരു ലിമിറ്റ് ഉണ്ട്, ഇവന്റെ പ്രാന്തിന് ലിമിറ്റ് ഇല്ല, ഇവനെ ഞങ്ങളെ കൂട്ടത്തിൽ പെടുത്താൻ പറ്റും. ഇവന് വേണ്ടി വേറെ സെല്ലോ വേറെ പ്രാന്താശുപത്രി ഉണ്ടാക്കിയിട്ടാണ് അവിടെ താമസിപ്പിക്കണം. ആജാതി മാപ്പിള ഉണ്ടല്ലോ, ഓനക്ക് എന്തിന് എന്താണ് അവന്റെ ഒക്കെ ഒരു ഉദ്ദേശം നിങ്ങൾ വിചാരിക്കുന്നത്? ഓനൊക്കെ ഉളമ്പാറെ കൊണ്ടുപോയി ചികിത്സിച്ച ഡോക്ടർക്ക് ഭ്രാന്താവും, അയാൾക്ക് ഭ്രാന്തായി പോവും. ഈ ജാതി മനുഷ്യരെ, ഈ ജാതി ഭ്രാന്ത് മുസ്ലിങ്ങൾക്ക് അല്ലാതെ ആർക്കാണുള്ളത്? നിങ്ങൾ ആലോചിച്ചു. പിഴച്ചിരിക്കുന്നു, പിഴപ്പിച്ചിരിക്കുന്നു. ശത്രുക്കൾ വിചാരിച്ച റൂട്ട് ക്ലീനാണ്.
അവരെന്തിലേക്ക് മുസ്ലിങ്ങളെ കൊണ്ടുപോകണമെന്ന് വിചാരിച്ചോ അതിൽ മുസ്ലിങ്ങൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു, മുസ്ലിം തലമുറ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. തിരിച്ചു നടത്തം അസാധ്യമാകും വിധം, സത്യമാണ്, തിരിച്ചു നടത്തം അസാധ്യമാകും വിധം ഈ ജനത റൂട്ട് തെറ്റിപ്പോയിരിക്കുന്നു, റൂട്ട് തെറ്റിച്ചിരിക്കുന്നു. അവരുടെ ഇഷ്ടത്തിനൊത്ത് കിടന്ന് നിരങ്ങിക്കൊടുത്തിരിക്കുന്നു ഈ സമുദായം. ഇരിക്കാനേ പറഞ്ഞിട്ടുള്ളൂ, ഇരിക്കാനേ പറഞ്ഞിട്ടുള്ളൂ, കിടന്ന് നിരങ്ങാണ്. ആജാതി വിധേയത്വം, ആജാതി വിധേയത്വം അല്ലേ അല്ലേ? ബെറ്റ് വെച്ചിട്ട് 1,10,000 രൂപ തൊലച്ചത്രേ ഈ കുറ്റിച്ചെറിയിൽ കഴിഞ്ഞ ദിവസം. ചിന്തിക്കണം നിങ്ങൾ. ആരെ? നമ്മുടെ മുസ്ലിം സമുദായം പലിശക്ക് വരെ പൈസ എടുത്തു അല്ലേ അല്ലേ? മെഡിക്കൽ കോളേജിന്റെ വരാന്തയിൽ ക്യാൻസർ രോഗം ബാധിച്ചും കൈകാലുകൾ പൊട്ടിയും ആക്സിഡന്റിൽ പറ്റിയും ഒരു നല്ല ഇഞ്ചക്ഷന് പൈസ ഇല്ലാതെ കഷ്ടപ്പെടുന്നവന് കൊടുത്തിരുന്നുവെങ്കിൽ യുതഈമൂന ത്വാമ അലാ ഹുബ്ബിഹി മിസ്കീനം വയതീമൻ വഅസീറാ ഇന്നമാ നുതഈമുക്കും ലിവജില്ലാ ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ ഇന്നാ നഖാഫു മിർ റബ്ബിനാ യൗമൻ നബൂസൻ കംതരീറാ. ഇല്ല, പാവപ്പെട്ടവന്, പട്ടിണി കിടക്കുന്നവന്, ബന്ധനസ്ഥനായവന് ഒരു ഉരുള ഭക്ഷണം അവന്റെ വായിൽ വെച്ച് കൊടുത്തിരുന്നുവെങ്കിൽ ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ, നിങ്ങളിൽ നിന്നൊരു നന്ദി വാക്ക് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല. 76-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വചനമാണ്. അതേ, ആ മലമ്പാത ചാടിക്കിടന്ന് മുന്നേറാൻ നമുക്ക് സാധിച്ചില്ല. ജീവിതം എവിടെയോ പരാജയപ്പെട്ടു പോകുന്നു, ഉടക്കി നിൽക്കുന്നു. നമ്മൾ മനസ്സിലാക്കണം അല്ലേ? നിങ്ങൾ നോക്ക്, ഈ പഠന ക്യാമ്പിൽ നിന്ന് ക്ഷീണമുള്ളവരുണ്ട്, തളർച്ചയുള്ളവരുണ്ട്, പ്രയാസമുള്ളവരുണ്ട്, കുറെ സമയം ഇരിക്കാൻ പറ്റാത്തവരുണ്ട്, ഒക്കെ ശരിയാ. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, നിങ്ങള് ഒരു പഠന ക്യാമ്പിൽ നിന്ന് ആളുകൾ എഴുന്നേറ്റ് പോവുകയും വരികയും ഇരിക്കുകയും എഴുന്നേറ്റ് പോവുകയും ഇരിക്കുകയും ചെയ്യും. 1.5 മണിക്കൂറുള്ള ഫുട്ബോളിന്റെ മുമ്പിൽ നിന്ന് എത്ര പേര് എഴുന്നേക്കാറുണ്ട്? ഇതേ സദസ് ഫുട്ബോളിന്റെ മുമ്പിലാന്ന് വിചാരിക്കുക, ഇതേ സദസ്, ഈ സദസ് എത്ര പേര് എഴുന്നേറ്റ് പോകും? ചിന്തിക്ക്, എത്ര പേര് എഴുന്നേറ്റ് പോകും? എത്ര പേര് എഴുന്നേറ്റ് പോകും? ജീവിതത്തെ ഗൗരവമായി ചർച്ച ചെയ്യുന്ന ഒരു വിഷയാവതരണമാണല്ലോ ഇവിടെ നടക്കുന്നത്. നമ്മൾ ജീവിതത്തെ എത്ര ഗൗരവമായി കണ്ടിട്ടുണ്ട്? നമുക്ക് ഇതിനേക്കാൾ ഗൗരവമാണ് ഫുട്ബോൾ, ക്രിക്കറ്റ്. 8 മണിക്കൂർ ക്രിക്കറ്റ് കണ്ട ആളുകൾ ഒരുപക്ഷെ അള്ളാന്റെ കോടതിയിൽ കളിയുടെ പേരിൽ ഏറ്റവും കൂടുതൽ സമയം നഷ്ടപ്പെടുത്തി എന്നതിന്റെ പേരിൽ ക്രിക്കറ്റിനോളം വിചാരണ ചെയ്യപ്പെടുന്ന വേറൊരു കളിയും ദുനിയാവിൽ പടലോകത്തുണ്ടാവില്ല. മുസ്ലിങ്ങൾ തൊലച്ച സമയം. പക്ഷേ ഉറപ്പാണ്, കരയേണ്ടി വരും, ദുഃഖിക്കേണ്ടി വരും, മടങ്ങിപ്പോകാനാവില്ല. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് എറണാകുളത്ത് ചെന്ന് എയർപോർട്ടിൽ നിന്ന് വിമാനം കയറേണ്ട വിദേശ യാത്രക്കാരൻ എയർപോർട്ടിൽ വന്നു. ട്രെയിനിന്റെ ചൂളം വിളി കേൾക്കുന്നു. ട്രെയിൻ ഇങ്ങനെ കൂകിപ്പാഞ്ഞ് റെയിൽവേ സ്റ്റേഷന്റെ ആ ട്രാക്കിലൂടെ ഓടി വരികയാണ്. അങ്ങനെ നോക്കുമ്പോഴാണ് 50 കിലോമീറ്റർ അകലെ നിന്ന് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വന്നവൻ അറിയുന്നു പാസ്പോർട്ട് എടുത്തിട്ടില്ലെന്ന്, വിസ എടുത്തിട്ടില്ലെന്ന്, ടിക്കറ്റ് എടുത്തിട്ടില്ലെന്ന്, ഇനി തിരിച്ചു പോകാൻ സമയമില്ലെന്ന്, വീട്ടിൽ നിന്നൊരാൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ സമയമില്ലെന്ന്, ഇവിടുന്ന് അങ്ങോട്ട് പോയി എടുക്കാൻ സമയമില്ലെന്ന്, ഈ ട്രെയിന് പോയാൽ ഇനി രാത്രി 1 മണിക്കല്ലാതെ ട്രെയിനില്ലെന്ന് ദുഃഖിക്കുമ്പോൾ സഹോദര, നെടുവീർപ്പിട്ടിട്ട് കാര്യമല്ല. ചെയ്യേണ്ട കാര്യങ്ങൾ, കൂടെ കൊണ്ടുപോകേണ്ട കാര്യങ്ങൾ, അതിനുവേണ്ടി നിനക്ക് സമയമുണ്ടായിരുന്നു. നിയമത്താനി മഅബൂനുൻ ഫീഹിമാ കസീറും മിനന്നാസ് അസ്സിഹതു വൽ ഫറാഉ. 2 അനുഗ്രഹങ്ങളെ തൊട്ട് അധിക ജനങ്ങളും വഞ്ചിതരാണ്. ഒന്ന് ഒഴിവ് സമയമാണ്, മറ്റൊന്നവരുടെ ആരോഗ്യമാണ്. അല്ലേ? ലോകത്ത് നമ്മൾ ആലോചിക്കണം, ഒരു സിനിമ കാണാനിരുന്നാൽ, ഒരു സീരിയൽ കാണാനിരുന്നാൽ, സ്വന്തം കുട്ടി തൊട്ടിൽ നണീച്ചാൽ, സ്ത്രീകളോടാണ് ഞാനിത് പറയുന്നത്, പണ്ടാരടങ്ങായി ബലാൽ ഇപ്പഴാ എണീറ്റ് ഈ മുഹൂർത്തത്തിൽ, അങ്ങനെ പറയുന്ന ഉമ്മമാരെ നമുക്ക് കാണേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ പറയുന്നവരെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഞായറാഴ്ചകളിലൊക്കെ കുടുംബ സന്ദർശനം, പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നു. ഞായറാഴ്ച ഒരു കുടുംബ സന്ദർശനം. ഇനി പോകരുത് കേട്ടോ, ഇനിയുള്ള കാലത്ത് കുടുംബ സന്ദർശനമൊക്കെ നടത്തി മൂത്താപ്പാന്റെ എടാപ്പാന്റെ ഒക്കെ വീട്ടിൽ ചെന്നിട്ട് കോളിംഗ് ബെല്ലടിച്ചാൽ കുട്ടികൾ സിനിമ കണ്ടോടുക, ഏത് ബലാലടാ വന്ന് എന്ന് കുട്ടി പറയൂ. ബെല്ലടിച്ച് പുറത്തു പോയി നോക്കുമ്പോൾ മൂത്താപ്പേ. അപ്പൊ കുട്ടി മൂത്താപ്പ ഇനി മൂത്താപ്പാനെ കുറിച്ച് ഈ ഹമുക്ക് എന്ന് പറഞ്ഞ്, ബലാല് എന്ന് പറഞ്ഞ്, എന്താ സിനിമന്റെ മുമ്പിൽ ഒരു സീന് കട്ടായി പോയാ എന്തൊരു ദുഃഖോ, എന്തൊരു ബേജാറ്. മൂത്രയിക്കാനൊക്കെ ഈ ഫുട്ബോൾ കാണുന്നിടത്തുനിന്ന് പോകുന്നത് എങ്ങനെ അറിയോ? ഓനെ മോന്ത കോടി പോവും. അതെന്താ? മറ്റോന്റെ കാൽമൊന്ന് ഠൂ തന്നെ വീണില്ലേ? അതാണ് ആ മുഹൂർത്തം കണ്ടിട്ടില്ല, സ്വർഗം നഷ്ടപ്പെട്ടു പോവും. ഭയങ്കര. നിങ്ങൾ ആരെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കി, പടച്ചോനെ പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുത്തിട്ട് ജമായത്തിന് തുടങ്ങി 2 റക്അത്ത് കഴിഞ്ഞു പോയോ? ടെൻഷനില്ല അല്ലേ? ഖുർആൻ ക്ലാസ് തുടങ്ങി 2 മണിക്കൂർ ക്ലാസ് കഴിഞ്ഞു പോയോ? ടെൻഷനില്ല.
അല്ലേ? അപ്പൊ ജീവിതത്തെ എങ്ങനെ വീക്ഷിച്ചിരിക്കുന്നു അത് നമ്മൾ ഓരോരുത്തർ വിലയിരുത്തുക. ഓരോരുത്തരും ജീവിതത്തെ എങ്ങനെ വീക്ഷിച്ചിരിക്കുന്നു എന്ന് ഓരോരുത്തർ വിലയിരുത്തുക, അല്ലേ? പഠന ക്ലാസ് സാധാരണഗതിയിൽ എന്നോട് ആളുകൾ ചോദിക്കും, ഫസ്റ്റ് ക്ലാസ് എടുത്തൂടെ എന്ന് പഠന ക്യാമ്പിൽ. ഞാൻ പറയും ഞാൻ എടുക്കില്ല. അതാ അധ്യക്ഷനും ഉണ്ടാവും, പ്രസിഡന്റും ഉണ്ടാവും, പിന്നെ കുറച്ച് പ്രായം ചെന്നൊരു മരിക്കണല്ലോ എന്ന് ബോധമുള്ള 3 കാക്കാരും ഉണ്ടാവും. ശരിയല്ലേ? ഞാൻ പറഞ്ഞു ഇപ്പൊ നിങ്ങൾക്കാർക്ക് ഒരു കുറ്റമായിട്ട് തോന്നുന്നുണ്ടോ? 2ാമത്തെ ക്ലാസ്സോ 3ാമത്തെ ക്ലാസ്സോ ഞാൻ ഏൽക്കുക. അതെന്തുകൊണ്ട്? ഈ തൊള്ളടാൻ നമ്മൾ ഇങ്ങനെ വരികയാണല്ലോ, ബസ് കയറി അങ്ങോട്ട് കയറി ഇങ്ങോട്ട് കയറി, അതൊന്ന് പ്രയോജനം ചെയ്യണ്ടേ? 10 ആളെ കേൾപ്പിക്കണ്ടേ? ആ 10 ആള് കേൾക്കാനില്ലെങ്കിൽ എന്നും കേൾക്കുന്നേ. പള്ളീന്റെ മിമ്പറിൽ 1ാമത്തെ സ്റ്റെപ്പിൽ ഒരു 10 ആളുണ്ടാവും, അതേ ആള് പഠന ക്യാമ്പിൽ മുന്നിലുണ്ടാവും, എല്ലായിടത്തിലും ഓല് തന്നെ ഉണ്ടാവും. ഓട്ടോറിക്ഷ പോലെ ഒരു നാട്ടിൽ 3 ഓട്ടോറിക്ഷ ഉണ്ടാവും, ഇങ്ങനെ ഓടുന്നത് കണ്ടായിരിക്കും നാട് മുഴുവൻ ഓട്ടോറിക്ഷയാണ്. അതുപോലെ ഏത് സദസ്സിന്റെ മുമ്പിൽ പ്രായം ചെന്ന മരിക്കണല്ലോ എന്നൊരു ബോധമുള്ളവർ കുറച്ചാളുണ്ടാവും. ബാക്കിയുള്ളവരൊക്കെ ഔ അൽഹംദുലില്ലാ 2 ക്ലാസ് കഴിഞ്ഞില്ലേ, ഇനി ഒരു ക്ലാസ് കൂടി കേട്ടാൽ മതിയല്ലോ, ഭയങ്കര സന്തോഷം. നേരെ മറിച്ച് മറ്റേതല്ല, എടാ ജപ്പാൻ 2 ഗോൾ അടിച്ച് 2 ഗോൾ അടിച്ചോ, ഞാൻ ഭയങ്കര പെട്ടുപോയിട്ടോ, ഭയങ്കര പ്രയാസം, ഭയങ്കര ദുഃഖോ കാണാൻ കഴിയാത്തതില്. ചെങ്ങൈമാരെ അതുകൊണ്ട് പട്ടിണി മാറുമോ? ഇല്ല. ഉമ്മയും ബാപ്പയായിട്ടുള്ള സ്വഭാവത്തിൽ എന്തെങ്കിലും വ്യത്യാസം വരുമോ? ലോക ഫുട്ബോളിൽ ആരെങ്കിലും ഇത് നേടി ഓലെ തിരിച്ചോലെ നാട്ടിലേക്ക് സന്തോഷത്തോട് പോയി കയ്യർച്ചും പൈസയും കിട്ടി, അംഗീകാരവും കിട്ടി, ലോകത്തെല്ലാരും കണ്ട്. നമ്മളാരും കണ്ടില്ല, ഇതിന്റെ മൂലയിൽ ഇരുന്ന് കണ്ട്. അന്ന് ഉമ്മ രോഗിയായി കിടന്നിരുന്നു. ബാപ്പ പെങ്ങട് നോക്കി. ഇന്നത്തെ ഒരു മനോഗത എന്താ അറിയോ? കഴിഞ്ഞ ദിവസം ചില കുട്ടികളൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ ചില കുട്ടികളുടെയൊക്കെ മാനസികാവസ്ഥ തന്നെ എന്താ അറിയോ? ബാപ്പ ലോകത്ത് ബ്രസീലും അർജന്റീനയും ഒന്നും കളിക്കുന്ന ദിവസം ബാപ്പാക്ക് ഹോസ്പിറ്റലിൽ പോകുന്ന ഒരവസ്ഥ പോലും ഉണ്ടായിരുന്നു. ബാപ്പങ്ങ അന്ന് മരിച്ച പണ്ടറങ്ങ ബാപ്പാക്ക് എന്നാ മരിക്കാൻ കണ്ട്. കാരണം 7:30 മുതലുള്ള കളി അസമയത്തെങ്ങാൻ ബാപ്പാക്ക് രോഗാ, മോനെ ജിന്റെ കൂടെ ഒന്ന് പോരി പറഞ്ഞാ ഓൻ പോന്നോളന്നില്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങളും പടച്ചോനോട് പ്രാർത്ഥിച്ചോളി, പ്രായം ചെന്നോലൊക്കെ, പടച്ചോനെ പ്രാന്തന്മാര് കളിക്കുന്ന ദിവസം എനിക്ക് സൂക്കേടൊന്നും തരരുതേ എന്ന്. കാരണം സ്വന്തം മോനെ ആയിട്ട് തെറ്റേണ്ടി വരും. ആ ഒരു മനോഗതത്തിലേക്ക് മാറിയിട്ടില്ലേ നിങ്ങൾ ചോദിക്കും നിങ്ങളുടെ കുട്ടികളോട്. ആ ഒരു മനോഗത്തിൽ ഉമ്മാക്കൊരു മരുന്ന് വാങ്ങി കൊടുക്കണം, മെഡിക്കൽ ഷോപ്പ് പൂട്ടിപ്പോയി എന്നാ പറഞ്ഞത്. 9:30 കഴിഞ്ഞു, 4 മിനിറ്റ് എക്സ്ട്രാ ടൈം കൊടുത്തു, കണ്ടു കേട്ടു, എല്ലാം കഴിഞ്ഞപ്പോ എന്തായി? എല്ലാം കഴിഞ്ഞപ്പോ മെഡിക്കൽ ഷോപ്പ് പൂട്ടിപ്പോയി. അന്നുമ്മ നെഞ്ഞു ഇഞ്ഞ് നേരം പഠിപ്പിച്ച് അല്ലേ, മാതാപിതാക്കളുടെ കോപത്തിലാണ് അള്ളാന്റെ കോപം, മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാന്റെ തൃപ്തി. മോനെ ഒരു കാലഘട്ടം നീ പ്രതീക്ഷിക്കും എന്ത്? ഉമ്മാന്റെ ഇഷ്ടം. റസൂലുള്ളാന്റെ സന്നിധിയിൽ ഒരു സംഭവം ഉണ്ടായി, പറയാതിരിക്കാൻ വയ്യ. റസൂലുള്ളാന്റെ സന്നിധിയിൽ ഒരു സംഭവം ഉണ്ടായി. എന്താ സംഭവം എന്നറിയോ? ഒരു സഹാബി മരിക്കാൻ കിടക്കുകയാണ്. സഹാബി ആലോചിക്കണോ? എന്നിട്ട് കൂടുള്ള ആളുകള് ഷാത്ത് കലിമ ചൊല്ലിക്കൊടുത്തു. പക്ഷെ ഈ സഹാബിക്ക് ഷാത്ത് കലിമ ഏറ്റി ചെല്ലാൻ പറ്റില്ല. യുവാക്കളെ, കുട്ടികളെ മനസ്സിലായിക്കോളെ, ആൺകുട്ടികളോടാണ് ഞാൻ പറയുന്നത്, മനസ്സിലായിക്കോളെ കേട്ടോ. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുത്തിട്ട് എല്ലാം പറ്റുന്നില്ല. സഹാബികൾ ഭയങ്കര ബേജാറ്. സഹാബികൾ വന്നിട്ട് റസൂലിനോട് പറഞ്ഞു, റസൂലേ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുത്തിട്ട് ഈ സഹാബിക്ക് ചെല്ലാൻ പറ്റണില്ല നബിയേ. റസൂല് പറഞ്ഞു. ഉടനെ റസൂല് ചോദിച്ചു, അയാളുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്ന്. മക്കളെ നോട്ട് ചെയ്തോളി, എല്ലാ ഉമ്മമാർക്കും വേണ്ടി, എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി മക്കളെ നെഞ്ചകത്ത് കൊത്തിവെച്ചോളൂ. റസൂല് ചോദിച്ചു, അയാളുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? എന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ട്. എന്നാ ഉമ്മാനോട് വരാൻ പറയാൻ പറഞ്ഞു. ഉമ്മാനെ അവർ കൂട്ടിക്കൊണ്ടുവന്നു. ഉമ്മാനോട് റസൂല് ചോദിച്ചു, അല്ല ഉമ്മ, നിങ്ങൾ ഈ മകനെ തൃപ്തിപ്പെട്ടിട്ടില്ലേ? ആ ഉമ്മ നെഞ്ചത്ത് കൈവച്ച് പറഞ്ഞു, ഇല്ല, ഞാൻ അവനെ തൃപ്തിപ്പെട്ടിട്ടില്ല, എന്നെ തൃപ്തിപ്പെടുത്താൻ അവന് കഴിഞ്ഞിട്ടില്ല. റസൂലുള്ള പറയാ ഞങ്ങൾ കുറച്ച് വിറക് കൊണ്ടുവരി, കുറച്ച് വിറക് കൊണ്ടുവന്നിട്ട് അതിൽ തീയിട്, ആ തീയിലേക്ക് അവനെ പിടിച്ചിട്. സഹാബിയെ പിടിച്ചിടാനാ റസൂല് പറയുന്നത്. ആ സമയത്ത് ഉമ്മ ഇടപെട്ടു. അതാണ് ഉമ്മാന്റെ ഹൃദയം. ഉമ്മ ഇടപെടുകയാണ്. വേണ്ട, എന്റെ മോനെ എനിക്ക് ഇഷ്ടമല്ലെങ്കിലും എന്റെ മോനെ തീയിലിടുന്നത് എനിക്ക് സഹിക്കാൻ വയ്യ. ആ സമയത്ത് അള്ളാന്റെ റസൂല് ചോദിക്കുന്നു, എങ്കിൽ ഈ മോനെ നിങ്ങൾ തൃപ്തിപ്പെട്ടോ? ഈ മോനെ നിങ്ങൾ ഇഷ്ടപ്പെട്ടോ? അപ്പ ഉമ്മ പറഞ്ഞു, ശരി, എനിക്ക് അവനോടൊന്നുമില്ല, ഞാൻ അവന് പുറത്തു കൊടുത്തിരിക്കുന്നു, മാപ്പാക്കിയിരിക്കുന്നു, എനിക്ക് എന്റെ മോനെ ഇഷ്ടമാണ്. അപ്പൊ റസൂല് പറഞ്ഞു സഹാബികളോട്, ഇനി ഒന്ന് ഷഹാത്ത് കലിമ ചൊല്ലി കൊടുക്ക്. അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി, സഹാബി ലാ ഇലാഹ ഇല്ലല്ലാഹ് ഏറ്റു ചൊല്ലി. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കാൻ, ഉമ്മാന്റെ തൃപ്തി കിട്ടിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലാൻ ഉമ്മ തൃപ്തിപ്പെട്ടിട്ടില്ലേ? കഴിയില്ല. ഈ മുവഹിദായിട്ട് കാര്യമല്ല, ഈ മുജാഹിദായിട്ട് കാര്യമല്ല. ഉമ്മാനെ തൃപ്തിപ്പെടുത്താൻ നിനക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഷഹാത്ത് കലിമ ചെല്ലാൻ നീ പാടുപെടും. ഓർത്തോ, ചിന്തിച്ചോ. അതുകൊണ്ട് ശരിക്കും ആലോചിക്കാം, ശരിക്കും ചിന്തിക്കുക. എന്താവണം ജീവിതം? എങ്ങനെയാവണം ജീവിതം? എന്തിലൂടെയാകണം ജീവിതം? അംനജാലുല്ലദീന ആമനു വഅമിലുസ്സാലിഹാതി കൽമുഫ്സിദീന ഫിൽ അർളി
അം നജഅലുൽ മുത്തഖീന കൽ ഫുജ്ജാർ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നല്ല ആളുകളെയും സുഹൃതം ചെയ്തവരെയും തമ്മാടിത്തത്തിൽ മുഴുകിയവരെയും അം നജഅലുൽ ലദീന ആമനൂ വഅമിലുസ് സാലിഹാതി കൽ മുഫ്സിദീന ഫിൽ അർളി അം നജഅലുൽ മുത്തഖീന കൽ ഫുജ്ജാർ. തെമ്മാടിത്തം ചെയ്തവരെയും നന്മ ചെയ്തവരെയും സമമാക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വിശുദ്ധ ഖുർആൻ 38-ാം അധ്യായത്തിലെ വചനത്തിലൂടെ ചോദിക്കുന്ന ചോദ്യമാണ്, അല്ല മനുഷ്യരെ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? എന്ത് വിചാരിക്കുന്നുണ്ടോ? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ തെമ്മാടികളെയും നന്മ ചെയ്തവരെയും തുല്യമാക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അതുകൊണ്ട് നമ്മൾ അറിയണം, നമ്മൾ ചിന്തിക്കണം, നമ്മൾ കൂടുതൽ ആലോചിക്കണം. ഈ രംഗത്ത് നിങ്ങൾക്കറിയാലോ. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ ഫുട്ബോൾ ജ്വരം, ഫുട്ബോൾ കണ്ടോളൂ. ആരും അതിനെ ഹറാമാന്ന് പറഞ്ഞിട്ടില്ല, ആരും അതിനെ ഹറാമാ തിന്മയാന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ അത് നിസ്കാരത്തിന് തടസ്സാവരുത്, അതുമായിട്ട് നടക്കരുത്, അതിന്റെ ഭ്രാന്താകരുത്. കളരി കാണണോ എന്ന് ചോദിച്ചു റസൂലുള്ള. ആയോധന മുറകൾ കാണണോ ആയിഷ നിനക്ക് എന്ന് റസൂലുള്ള ചോദിച്ചു. എനിക്ക് കാണണം എന്ന് പറഞ്ഞു. മദീന പള്ളിയിൽ ചില അഭ്യാസികൾ വന്നിട്ടുണ്ട്, നിനക്ക് അവരുടെ അഭ്യാസ പ്രകടനം കാണണോ എന്ന് ചോദിച്ചു റസൂലുള്ള. എതിർത്തിട്ടില്ല, കാണണം എന്ന് പറഞ്ഞു. ജീവിതത്തിൽ ഒരിക്കല് കണ്ടു, കുറച്ചു സമയം കഴിഞ്ഞു, പോകാം, മതിയില്ലേ എന്ന് ചോദിച്ചു. ആയിഷ ബീവി പറയാണ്, എന്നോട് നബിക്ക് എത്ര ഇഷ്ടമുണ്ട് എന്ന് ഞാൻ പരിശോധിക്കാൻ തീരുമാനിച്ചു. നബിക്ക് എന്നോട് എത്ര ഇഷ്ടമുണ്ട് അതറിയാൻ വേണ്ടി ഞാൻ എന്ത് പറഞ്ഞു, എനിക്ക് കുറച്ചുകൂടി കാണണം. നബി എന്നോട് ചൂടാവുമോ എന്നറിയാൻ റസൂലുള്ള വീണ്ടും ഷോൾഡർ വെച്ച് കൊടുത്തു. ആ ഷോൾഡറിൽ ഇങ്ങനെ താടി കുത്തി വെച്ചിട്ട് ആയിഷ ബീവി വീണ്ടും കണ്ടു. 3 തവണ റസൂലുള്ള ചോദിച്ചു, പോവല്ലേ? അപ്പോഴൊക്കെ നബിയെ പരിശോധിച്ചുകൊണ്ടിരുന്നു. ആയിഷ ബീവിക്ക് ബോധ്യപ്പെട്ടു, നബിക്ക് എന്നോട് ഇഷ്ടമാണ്, എന്നെ വേദനിപ്പിക്കുന്ന റസൂലിന് ഇഷ്ടമില്ല എന്ന് മനസ്സിലാക്കി. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഒരു കളരിപ്പയറ്റോ ഒരു കരാട്ടയോ അല്ലെങ്കിൽ ഒരു അഭ്യാസമോ ഒരു ക്രിക്കറ്റോ ഒരു ഫുട്ബോളോ കാണുന്നത് ഹറാമാണ് നല്ല മനസ്സിലാക്കേണ്ടത്. മറിച്ച് അല്ലാഹ് തന്നെ പറയുന്നത് നമ്മളോട് എന്താ? യഅലമൂ അന്നമൽ ഹയാത്തുദ് ദുനിയ, ദുനിയാവ് എന്ന് പറഞ്ഞാൽ കളിയും വിനോദവുമാണ്. നമ്മൾ അത് മാത്രമായി പോയാലോ? കളിയും വിനോദവുമാണ് ദുനിയാവ്, നിങ്ങൾ അതിൽ പെട്ടുപോകരുത്. ഇല്ലാ മത്താവുൽ ഉറൂറാണ്, ഇത് വഞ്ചിക്കപ്പെടുന്ന വിഭവമാണ്, നിങ്ങൾ അതിൽ അംഗങ്ങളായി പോകരുത്. വിലപ്പെട്ട സമയങ്ങൾ പ്രത്യേകം ഓർക്കണേ എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ആ വിമാനം ആരെങ്കിലും ആ വിമാനത്തിൽ കയറുമ്പോൾ ദുബായിൽ നിന്ന് വിചാരിച്ചിട്ടുണ്ടോ മംഗലാപുരം എയർപോർട്ടിൽ ഇത് തകർന്ന് കത്തിക്കരിഞ്ഞു പോകുന്നു? ഒരാള് എന്നോട് പറഞ്ഞു, ബാലുശ്ശേരി വറവച്ചട്ടിയിലെ മീനുകളെ പോലെയായിരുന്നു അവര് എന്ന്. മംഗലാപുരത്തേക്ക് നമ്മുടെ ഒരു പ്രവർത്തനം വിളിച്ചപ്പോൾ പറയാൻ ഞാൻ പറഞ്ഞു, ആ ഉദാഹരണം ശരിയല്ല. വറവച്ചട്ടിയിൽ മീൻ വറുത്താൽ നുള്ളിക്കൂട്ടാനുണ്ടാവും അല്ലേ? പക്ഷെ അവിടെ നുള്ളിക്കൂട്ടാനും ഉണ്ടായിട്ടില്ല. DNA ടെസ്റ്റ് നടത്തിയിട്ട് പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ അവിടെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് വറവച്ചട്ടിയിൽ വറുത്തതുമില്ല, അതിനേക്കാൾ ഡേഞ്ചറായിരുന്നു ഇത്. നിങ്ങൾ ആലോചിച്ച് നോക്കും, ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാണ്, അവർ ബെൽറ്റ് കുടുക്കി ഇപ്പം ഇതാ ഇറങ്ങുന്നു. അതോടൊപ്പം അവരുടെ സ്വപ്നവും വീട്ടിലേക്കുള്ളവരുടെ സ്വപ്നവും നിമിഷങ്ങളെ കൊണ്ടാണ് ആ സ്വപ്നം കരിഞ്ഞുണങ്ങി കരിക്കട്ടയായി പരിവർത്തിപ്പിക്കപ്പെട്ടത് അല്ലേ? വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദൻ വമാ തദ്രീ നഫ്സും ബിഅയ്യി അർളിൻ തമൂത്. അതാ, നാളെ എന്ത് സംഭവിക്കുന്ന ഒരാൾക്ക് പറയാൻ കഴിയില്ല. നിങ്ങൾ എവിടെ വെച്ച് മരിക്കും അതും ഒരാൾക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആൻ 31-ാം അധ്യായം 34-ാമത്തെ വചന ഞാൻ എൻ്റെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ജീവിതത്തെ പോസിറ്റീവായിട്ട് വിലയിരുത്തി നമ്മുടെ മക്കളെ പിഴച്ചു പോകാതിരിക്കാൻ നമ്മുടെ മക്കളെ നമ്മൾ ശരിക്കുള്ള റൂട്ടിലേക്ക് കയറ്റിവിടുകയും വേണം. ശരിക്കുള്ള റൂട്ടിലേക്ക് നമ്മുടെ മക്കളെ കയറ്റിവിടണം. അത് ഇൻഷാ അല്ലാഹ് നല്ല കുടുംബം എന്ന വിഷയം ഇവിടെ ജൗഹർ അയിനിക്കോട് സംസാരിക്കും. ധാർമ്മികത KV അബ്ദുൽ ലത്തീഫ് മൗലവി സംസാരിക്കും. അപ്പൊ ഈ 2 വിഷയങ്ങൾ ഇതിന്റെ ബാക്കി ഭാഗമാണ്. ഒന്ന്, കുടുംബം എന്തായിരിക്കണം എന്നത്. മറ്റ് ലോകത്ത് ഇന്ന് ധർമ്മം എവിടെ, അധർമ്മം എവിടെ, എന്തൊക്കെ അധർമ്മങ്ങളാണ് മുസ്ലിങ്ങളിൽ ഉള്ളത്, അതൊക്കെ ഇവിടെ ഇൻഷാ അള്ളാഹു വിചാരിച്ച് അവതരിപ്പിക്കപ്പെടും. ഞാൻ ആദ്യം പറഞ്ഞ 3 പോയിന്റുകൾ, മനസ്സ് ഈ 3 സംഗതികൾക്ക് വിധേയമാണ്. ഒന്ന് നഫ്സുൽ ലവ്വാമ, മറ്റൊന്ന് നഫ്സുൽ അമ്മാറ, മറ്റൊന്ന് നഫ്സുൽ മുത്മഇന്നത്ത്. ഈ അവസ്ഥയിൽ നിന്ന് മാറി നഫ്സുൽ മുത്മഇന്നത്തായിട്ടുള്ളൊരവസ്ഥയിലേക്ക് ജീവിതം കൊണ്ട് പ്രയാണം നടത്താനും ഗൗരവമായി ജീവിതത്തെ കാണാനും വളരെ ഗൗരവമായി. അതോടൊപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മളൊക്കെ തന്നെയും
കളിക്കാൻ ഇഷ്ടപ്പെടുന്നവർ, ഇത് ഞാൻ പ്രത്യേകം പറയുന്ന ഒരു മത വേദിയിൽ നിന്ന് ഇതിൻ്റെയൊക്കെ ഒരു പൊരുളും മനുഷ്യർ മനസ്സിലാക്കണം. ഇപ്പം ഏതെങ്കിലുമൊക്കെ വളരെ സെലക്ട് ചെയ്ത് അത്യാവശ്യം നല്ലോണം കളിക്കുന്ന, ബോറില്ലാത്ത, ഫൗളില്ലാത്ത, നല്ലോണം കളിച്ചു തെളിഞ്ഞ ഏതെങ്കിലുമൊക്കെ ഒരു ടീമിൻ്റെ ഒരു കളി 1.5 മണിക്കൂർ ഒരുത്തൻ കാണുന്നു, ഓൻ ഇസ്ലാമെന്ന് പുറത്താണെന്നോ ഓൻ ജീവിതത്തെ പഠിക്കാത്തവനാണെന്നോ ഒന്നും ഇതിൻ്റെ അർത്ഥമില്ല. അങ്ങനെ വളരെ സെലക്ട് ചെയ്ത് നിങ്ങൾ കളി കാണുന്നതിന് വിരോധം ഉണ്ടെന്നും അല്ല പറയുന്നത്. മറിച്ച് എന്താ ഈ പറയുന്നത്? അതിനു വേണ്ടി മാത്രമായിട്ട് സംസാരം മുഴുവൻ അത്, ഫ്ലെക്സ് മുഴുവൻ അത്, പൈസ മുഴുവൻ അത് വെച്ച് വാത് വെച്ച് അതിൻ്റെ മുമ്പിലിരുന്ന് ബാപ്പാനെ പരിഗണിക്കാതെ, ഉമ്മാനെ പരിഗണിക്കാതെ, പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കാൻ പരിഗണിക്കാതെ, ഇതൊക്കെ വിട്ടിട്ട്, ഇതെല്ലാം വിട്ടിട്ട് ഇത് മാത്രമായി തീരുന്ന മഹാഭ്രാന്തിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. എന്താണ് ഇങ്ങനെ പറയാൻ കാരണം എന്നറിയോ? എനിക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ പലപ്പോഴും ആളുകൾ പറയുമ്പോൾ ഒരു വിദ്വാൻ ഒരു സദസ്സിൽ, ഞാൻ ആ സദസ്സിൻ്റെ ബാക്കിലിരിക്കുക, ഈ കക്ഷി എന്നെ കണ്ടിട്ടില്ല, ഈ കക്ഷി ഇതെന്താ ഞാൻ ഇങ്ങനെ പറയുന്നതെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, അത് പറയാൻ വേണ്ടിയാണ്. ഈ കക്ഷി പറയാണ്, പിന്നെ ഞാൻ ക്രിക്കറ്റിനെ കുറിച്ച്, ഒരു കാലത്ത് ക്രിക്കറ്റിനെ കുറിച്ച് രൂക്ഷമായി വിമർശിക്കാറുണ്ട്, ഇപ്പോഴും അതെ. ക്രിക്കറ്റിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇസ്ലാമിൻ്റെ ഫത്വ എന്നുള്ള നിലക്ക് ഞാൻ പറഞ്ഞത്രേ അവരോട്, എന്ത് 20-20 കാണുന്നതുകൊണ്ട് കുഴപ്പമില്ലാന്ന് ഇസ്ലാമിന് വിധി ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു എന്ന്. ഓൻ വലിയ ജോറായിട്ട് പണ്ഡിതന്മാരെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്, എന്നെ പറ്റിയുള്ള ഒരു ആരോപണം അവതരിപ്പിക്കുകയാണ്. ഞാൻ ചോദിച്ചത് ഏത് കേസറ്റിലാണ്? ആ കേസറ്റ് എടുത്ത് അവനെ ഞാൻ കേൾപ്പിച്ചു കൊടുത്തു. എന്താ അതിലുള്ളതെന്ന് അറിയോ നിങ്ങൾ? 50 ഓവറിലെ ഈ കളി, ഇതാ പ്രയോഗം തന്നെ ഇതാണ്. ക്രിക്കറ്റ് കളി തുടങ്ങിയാൽ അത് എപ്പോൾ അവസാനിക്കുന്നു തുടങ്ങിയവനും ഓർമ്മ ഉണ്ടാവില്ല, കണ്ടിക്കുന്നവനും ഓർമ്മ ഉണ്ടാവില്ല. ഒന്നുകിൽ ക്രിക്കറ്റ് കളിക്കുന്നോ മരിക്കണം, അല്ലെങ്കിൽ ഓവർ മരിക്കണം. ഇത് രണ്ടാലൊന്ന്. എന്നിട്ട് ഞാൻ ചോദിക്കണത്, എന്താ അപ്പോൾ ഇതൊരു 20-20 ഒക്കെ ആയാൽ, 20-20 ഒക്കെ ആയാൽ എന്തൊക്കെ നഷ്ടം വരാണ്ടോ? അതിൽ കളിച്ചു തെളിയിച്ചോട്ടെ. എന്താ ഒരു 20 ആയാൽ, ഇത് 20-20 ആകുന്നതിന് മുമ്പ് ഞാൻ വെറുതെ ചോദിച്ചൊരു ചോദ്യമാണ്. എന്താ 20 ആക്കിയാൽ, എന്താ 10 ഓവർ ആക്കിയാൽ എന്ന് ചോദിച്ചതാണ്. ആ ചോദ്യത്തെ എന്താക്കി? ഞാൻ ഫത്വ പറഞ്ഞു എന്നാക്കി. അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. ഫത്വയല്ല പറഞ്ഞത്, ഫത്വയല്ല, മറിച്ച് മനുഷ്യൻ ഏതൊന്നിനോടും ഇപ്പൊ നിങ്ങൾക്കറിയില്ല ഇസ്ലാമിന്റെ രീതി തന്നെ എന്താ? ഒരാള് നബീന്റെ മുമ്പിൽ വന്നിട്ട് ഒരാൾ പറഞ്ഞു, ഞാൻ നോമ്പ് നോൽക്കുന്നു, എല്ലാ ദിവസവും നോമ്പ് വിൽക്കും, ഞാൻ എല്ലാ ദിവസവും തഹജ്ജുദ് നിസ്കരിക്കും, ഞാൻ കല്യാണം പോലും കഴിക്കാതെ ഇബാദത്ത് ചെയ്യുന്ന നബി എന്താ പറഞ്ഞു? നിങ്ങൾ 3 ആളും മിടുക്കന്മാരാന്നാ, നിങ്ങൾ 3 ആളും ഇസ്ലാമെന്ന് പുറത്താന്നാ. അപ്പൊ ഇബാദത്ത് പോലും എന്താകാൻ പാടില്ല? ഓവറാകാൻ പാടില്ല, ഒന്നും ഓവറാകാൻ പാടില്ല. പഠിപ്പിച്ചതിന്റെ വക്കദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത്ത. ഇത് ഈ കാലയളവിൽ എന്തിനാ പറയണമെന്നറിയോ? ഇനിയും ഉണ്ടാവും കുറെ ദിവസം കളി, ജീവിതവും ആയുസും തുലച്ചു കളയരുത്. പാനൂർ സിനിമാ തിയേറ്ററിൽ വെച്ചിട്ട് ഒരു നല്ല മുസ്ലിം കുടുംബത്തിലെ ചെറുപ്പക്കാരൻ മരിച്ചു. എൻ്റെ പല പ്രസംഗത്തിലും കേസറ്റിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക സംഭവം. എന്നിട്ട് പിറ്റേന്ന് തെരഞ്ഞെടുത്തിട്ട് ആളെ കാണാനില്ല. അപ്പൊ ഒരു ഹിന്ദു സഹോദരൻ പറഞ്ഞു, എൻ്റെ കൂടെ ഇന്നലെ സിനിമാ തിയേറ്ററിൽ ഉണ്ടായിരുന്നു, വാൽക്കണിയിൽ ഉണ്ടായിരുന്നു. ആളുകൾ പോയിട്ട് നോക്കുമ്പോൾ സിനിമാ തിയേറ്ററിലെ സീറ്റിൽ ഇങ്ങനെ ഇരിക്കുന്നു, സ്ക്രീനിന്റെ നേരെ ഇങ്ങനെ നോക്കിയിട്ട്. ഹറാമ് കാണാനാണല്ലോ കണ്ണ് ഏറ്റവും കൂടുതൽ. നേരെ മറിച്ച് ഒരു പ്രസംഗം നടക്കുന്നിടത്ത് ചിലപ്പോൾ ഒരു ഫോട്ടോ എടുത്താൽ അധികം ആളുകൾ ചിലപ്പോൾ ഇങ്ങനെ ഇരിക്കും, അല്ലെ അങ്ങോട്ടായിരിക്കും. നേരെ നോക്കുന്ന സമ്പ്രദായം വളരെ കുറച്ച് ആളുകളുടെ ഉണ്ടാകുക. നേരെ മറിച്ച് ഇത് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു, ഒരു നല്ല മുസ്ലിം കുടുംബത്തിലെ ചെറുപ്പക്കാരനെ സിനിമാ തിയേറ്ററിൽ നിന്ന് അവൻ്റെ മയ്യത്ത് ഇറക്കി കൊണ്ടുവരുന്ന ഒരു ഗതികേടൊന്ന് ആലോചിച്ച് നോക്കി. അതുണ്ടാകരുത്. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സൂറത്ത് ആൽ ഇംറാൻ 102-ാമത്തെ വചനം. മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരിക്കരുത്. അപ്പം പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ അറിയോ? എപ്പം മരണം വന്നാലും ഒരു മുസ്ലിമിന്റെ ഗുണത്തോടു കൂടിയായിരിക്കണം ആ മരണത്തെ സ്വീകരിക്കുന്നത്. ദാറ്റ്സ് ഓൾ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തെ ശരിക്കും വീക്ഷിക്കാനും ജീവിതത്തെ കൃത്യമായി വിലയിരുത്താനും നമ്മുടെ സമ്പത്തൊക്കെ നല്ല നല്ല കാര്യങ്ങൾക്ക് ചെലവഴിക്കാനും നല്ല നല്ല കാര്യങ്ങളിൽ ഏർപ്പെടാനും എല്ലാം നല്ല നിലക്ക് വീക്ഷിക്കാനും സ്നേഹവും കരുണയും ആർദ്രതയും അലിവും മാതാപിതാക്കളുടെ ബന്ധവും നാടിനോടും കുടുംബത്തിനോടുമൊക്കെയുള്ള ബന്ധവും എല്ലാം പാലിച്ച് നല്ല ജീവിതം നയിക്കുന്ന മുത്തക്കിങ്ങളിൽ അള്ളാഹു നമ്മെ ഇവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ജീവിതത്തെ ഫലപ്രദമായി ഉപയോഗിക്കുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഏറ്റവും പ്രധാനമായ അനുഗ്രഹങ്ങളിൽ നിയമത്തായ അള്ളാഹു എണ്ണിയ, റസൂൽ എണ്ണിയ ആരോഗ്യത്തെയും യൗവനത്തെയും ഫലപ്രദമായി ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കുമാറാകട്ടെ. ആരാധനകളിൽ കൃത്യനിഷ്ഠത പുലർത്താൻ നമുക്ക് സാധിക്കുമാറാകട്ടെ. ഇസ്ലാമിനെ വളരെ ഗൗരവമായി കാണാനുള്ള കഴിവ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അവഗണിക്കേണ്ടതിനെ അവഗണിക്കാൻ സാധിക്കുന്ന ഒരു മെന്റാലിറ്റി അള്ളാഹു നമുക്ക്
പ്രദാനം ചെയ്യുമാറാകട്ടെ. നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അള്ളാഹുവിനെയും പിന്നെ റസൂലിനെയും പിന്നെ മാതാപിതാക്കളെയും പിന്നെ ഗുരുനാഥന്മാരെയും, അത് കഴിഞ്ഞിട്ടാണ് മറ്റു പലരെയും. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, പല ക്രിക്കറ്റ് താരങ്ങളെയും സിനിമാ താരങ്ങളെയും അതുപോലെ പല ആളുകളെയും പല ഗായികമാരെയും ഗായകന്മാരെയും ഒക്കെ ഒന്നാം സ്ഥാനത്ത് പ്രതിഷ്ഠിച്ച് സ്നേഹിക്കുന്ന ഈ വഴിപിഴവിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സ്നേഹം ഏറ്റവും അള്ളാഹു ഖുർആനിൽ പഠിപ്പിച്ച സ്വന്തം അള്ളാഹുവിനോടും പിന്നെ റസൂലിനോടും പിന്നെ മാതാപിതാക്കളോടും പിന്നെ ഗുരുനാഥന്മാരോടും പിന്നെ ഏതൊക്കെ തർത്തീബ് അനുസരിച്ച് അള്ളാഹ് പറഞ്ഞുവോ അതിനോടൊക്കെ സ്നേഹബന്ധം പുലർത്തുന്ന ഏറ്റവും പ്രോപ്പറായ ചാനലിലൂടെ ഇസ്ലാമിനെ നോക്കിക്കാണുന്ന സജ്ജനങ്ങളിൽ സ്വാലിഹീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ന്യൂനപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും ഭൂരിപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നാളെ മഹ്ശറയിൽ എരിപൊരി കൊള്ളുന്ന വെയിലത്ത് അർശിന്റെ തല നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അഅ്യുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.